ഒരു ചെറിയ ഒരു കഥ പറഞ്ഞുകൊണ്ട് ഞാൻ ഈ പാഠം ആരംഭിക്കും. ഇപ്പം നമ്മുടെ നാട്ടില് ഏതോ ഒരു ഗ്രാമത്തില് വിജയ് എന്ന് പേരുള്ള ഒരു കുട്ടിയുണ്ടായിരുന്നു. ഓക്കെ. അപ്പൊ വളരെയധികം ബുദ്ധിശാലിയായിരുന്നു ഈ ഒരു കുട്ടി. അപ്പൊ ബുദ്ധിശാലി എന്ന് പറയുമ്പോഴത്തേക്ക് ബുക്കിലുള്ളത് വളരെ പെട്ടെന്ന് പഠിച്ചെടുക്കുന്ന, ഒരു പ്രശ്നങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് പരിഹരിക്കുന്ന, പഠനവുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അത് സോൾവ് ചെയ്ത് പോകാനായിട്ട് കഴിയുന്ന, നിരന്തരമായിട്ട് ക്ലാസ് ടോപ്പറായി വന്നുകൊണ്ടേയിരുന്നു. അപ്പോൾ ഇതൊക്കെ ചെയ്യുന്നതിന് അവന്റെ ബുദ്ധി അവിടെ വളരെ പ്രധാനപ്പെട്ടതായിരുന്നു അല്ലേ. അവന്റെ സക്സസിന് കാരണമായത് അവന്റെ ബുദ്ധി തന്നെയാണ്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം വിജയ്ക്ക് ഒരു പുതിയ പ്രോജക്റ്റ് ലഭിച്ചു. അപ്പൊ ഈ പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു വീട് നിർമ്മിക്കുക, അല്ലെങ്കിൽ ആ ഒരു വീടിന്റെ ഒരു മോഡൽ നിർമ്മിക്കുക എന്നുള്ള ഒരു പ്രോജക്റ്റാണ് പഠനത്തിന്റെ ഭാഗമായിട്ട് ലഭിച്ചത്. അപ്പോ ഈ ഒരു പ്രോജക്റ്റിന് ആവശ്യമായ നോളജ് വിജയ് ഓൾറെഡി പഠിച്ചിട്ടുണ്ട്, അവന്റെ ബുദ്ധിയിലുണ്ടത് അല്ലേ. അത് ബുക്കിൽ നിന്ന് കിട്ടി. പക്ഷേ ഈ ഒരു പ്രോജക്റ്റ് പൂർത്തിയാക്കുന്നതിന് നമുക്ക് ആ ഒരു നോളജ് മാത്രം ഇവിടെ വിജയ്ക്ക് പോരാ. വിജയ്ക്ക് അത് കൂടാതെ ക്രിയേറ്റിവിറ്റിയും കൂടെ വേണം. മലയാളത്തിൽ നമ്മൾ പറയുവാണെന്നുണ്ടെങ്കിൽ സർഗാത്മകത അല്ലെ. കാരണം എന്താ, വ്യത്യസ്തമായ ഐഡിയാസ് അവിടെ കൊണ്ടുവരേണ്ടതായിട്ട് വന്ന്, ഉപകാരപ്രദമായ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയ ഉണ്ടെങ്കിലേ ഈ പുതിയ ഒരു ഡിസൈനിലേക്ക് വന്നെത്തിച്ചേരാനായിട്ട് കഴിയും. അവിടെയാണ് വിജയുടെ സുഹൃത്തായ രാഹുൽ ഈ പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് അവന് സഹായം വാഗ്ദാനം ചെയ്തു. അപ്പം രാഹുൽ ഇവിടെ ഒരു ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരു കുട്ടി തന്നെയാണ്. ആൻഡ് അറ്റ് ദ സെയിം ടൈം രാഹുൽ വളരെ ക്രിയേറ്റിവിറ്റി ഉള്ള ഒരു വ്യക്തിയാണ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ മലയാളത്തിലെ അസർഗാത്മകത ഇച്ചിരി കൂടുതലുള്ള ഒരു വ്യക്തിയാണ് രാഹുൽ. അങ്ങനെ രാഹുൽ വ്യത്യസ്തമായി ചിന്തിച്ചു. അതിനെയാണ് നമ്മൾ ഡൈവേർജന്റ് തിങ്കിങ് എന്നൊക്കെ നമ്മൾ ഈ ഒരു എന്താ പറയേണ്ടത്, ഈ സൈക്കോളജിയുടെ കോൺസെപ്റ്റിൽ പറയുന്നത്. വ്യത്യസ്തമായി ചിന്തിച്ച്. ആൻഡ് രാഹുൽ ശരിക്കും, നമ്മൾ ഇംഗ്ലീഷിൽ ഒരു ഫ്രേസ് ഉണ്ട്, തിങ്ക് ഔട്ട്സൈഡ് ദ ബോക്സ് എന്ന് ആണ് ആ ഒരു ഫ്രേസ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ രീതിയിൽ ചിന്തിക്കാതെ കുറച്ചൊന്ന് മാറി വ്യത്യസ്തമായിട്ടൊന്ന് ചിന്തിക്കൂ എന്നുള്ളത്. അങ്ങനെ ചിന്തിച്ച് ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു ഡിസൈൻ അവർക്ക് കൊണ്ടുവരാനായിട്ട് കഴിയും. അപ്പൊ ഇവിടെ വിജയ് എന്താ ചെയ്തത്, വിജയ് ആ സാധാരണ രീതി അല്ലെങ്കിൽ ട്രഡീഷണൽ ആയിട്ടുള്ള കൺസ്ട്രക്ഷൻ മെത്തേഡ്സ് ഉപയോഗിക്കാനായിട്ടുള്ള ശ്രമം നടത്തി. അതിൻ്റെ ഉള്ള ബുദ്ധി അല്ലെങ്കിൽ അതിനുള്ള അറിവ് അവന്റെ ബുക്കിൽ നിന്ന്, പാഠപുസ്തകങ്ങളിൽ നിന്ന് ലഭിച്ചതാണ്. എന്നാൽ രാഹുൽ ഇവിടെ എന്താ ചെയ്തത്, രാഹുൽ കുറച്ച് ക്രിയേറ്റിവിറ്റി അവിടെ ഉപയോഗിച്ചു. അപ്പോഴാണ് ആ പുതിയ ഉപകാരപ്രദമായ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസും കൊണ്ട് ഈ ഒരു എക്കോ ഫ്രണ്ട്ലി മോഡൽ അവർ തയ്യാറാക്കി എന്നുള്ളത്. അപ്പൊ ഇതിൽ നിന്ന് നമ്മൾ ക്വിക്കായിട്ട് എന്താ ശരിക്കും പഠിക്കുന്നത്, അതായത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ബുദ്ധി അല്ലെങ്കിൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത് നമ്മളെ അറിവിനെ മനസ്സിലാക്കാനായിട്ട് സഹായിക്കുന്നു, നോളജിനെ മനസ്സിലാക്കാനായിട്ട് സഹായിക്കുന്നു. ഇനി അതും അല്ലെങ്കിൽ പറയാം, തിയറീസിനെ മനസ്സിലാക്കാനായിട്ട്, അതിന്റെ പിന്നിലെ തത്വം എന്താണ് എന്ന് മനസ്സിലാക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്നു എന്നുള്ളതാണ് ഈ ഇന്റലിജൻസ് അല്ലെങ്കിൽ ബുദ്ധി എന്ന് പറയുന്നത്. എന്നാൽ സർഗാത്മകത അല്ലെങ്കിൽ ക്രിയേറ്റിവിറ്റി എന്ന് പറയുമ്പോഴോ നമ്മളെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഉപകാരപ്രദമായ പുതിയ സൊല്യൂഷൻസ്, പുതിയ ഐഡിയാസ് ആയിട്ട് കൊണ്ടുവരാനായിട്ട് നമുക്ക് സാധിക്കുന്ന, അല്ലെങ്കിൽ അതിന് നമ്മളെ സാധിപ്പിക്കുന്നതാണ് ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഈ ഒരു സ്റ്റോറിയിൽ നോക്കുവാണെന്നുണ്ടെങ്കിൽ വിജയുടെ ഇന്റലിജൻസ്, ബുദ്ധി തന്നെയാണല്ലേ അവന്റെ കിട്ടിയിട്ടുള്ള നോളജ് അപ്ലൈ ചെയ്യാനായിട്ട് വിജയനെ സഹായിച്ചു വന്നത്. പക്ഷെ രാഹുൽ ശരിക്കും ക്രിയേറ്റിവിറ്റി അവിടെ ഉപയോഗിച്ചു. അങ്ങനെയാണ് ഇന്നോവേറ്റീവ് ആയിട്ട് തിങ്ക് ചെയ്ത് ഒരു പുതിയ എന്താ പറയേണ്ടത് സൊല്യൂഷൻ കണ്ടെത്താനായിട്ട് സാധിച്ചു. ഓക്കെ, സോ ദിസ് സ്റ്റോറി ബ്രിങ്സ് us ടു ദ നെക്സ്റ്റ് ലെസൺ, സൈക്കോളജിയുടെ മോഡ്യൂൾ 4, ഇന്റലിജൻസ് ആൻഡ് ക്രിയേറ്റിവിറ്റി എന്നാണ് ഈ ഒരു മോഡ്യൂളിന്റെ പേര്. അപ്പൊ ഇതിനകത്ത് നമ്മൾ ഇന്റലിജൻസ് അല്ലെങ്കിൽ ബുദ്ധി എന്ന് നമുക്ക് മലയാളത്തിൽ പറയാം, ആൻഡ് ക്രിയേറ്റിവിറ്റി അല്ലെങ്കിൽ സർഗാത്മകത. ഓക്കെ, അത് ആ മലയാളം ഞാൻ ഗൂഗിൾ ട്രാൻസ്ലേറ്ററിൽ നിന്ന് എടുത്തതാണ്. അതുകൊണ്ട് ഞാനതിനെ വിശ്വസിക്കുന്നു അത് തന്നെയാണ് ശരിയെന്നുള്ളത്. അപ്പൊ ക്രിയേറ്റിവിറ്റി അത് തന്നെയാണ്. അപ്പൊ ഇന്റലിജൻസ് എന്താണ്, ഇന്റലിജൻസ് ഇസ് ദ എബിലിറ്റി ടു അക്വയർ.
നമ്മൾ ഈ വിജയുടെയും രാഹുലിന്റെയും കഥ നോക്കിയേ. അപ്പൊ ഇന്റലിജൻസ് ഉപയോഗിച്ച് അവർക്ക് നോളജ് ഗെയിൻ ചെയ്യാനായിട്ട് സാധിച്ച്, മനസ്സിലാക്കാനായിട്ട് സാധിച്ച്, ഈ ഗെയിൻ ചെയ്ത നോളജ് പല സിറ്റുവേഷനിൽ അവർക്ക് അപ്ലൈ ചെയ്യാനായിട്ടും സാധിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഇന്റലിജൻസിനകത്ത് ഒരുപാടധികം കൊഗ്നറ്റീവ് എബിലിറ്റീസ് അല്ലെ, നമുക്ക് ചിന്തിക്കാനുള്ള കഴിവുകൾ അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിൻ ചെയ്യുന്ന പ്രവൃത്തികൾ, അതാണ് കൊഗ്നറ്റീവ് എബിലിറ്റീസ്. കൊഗ്നറ്റീവ് എബിലിറ്റീസിൽ പ്രധാനപ്പെട്ട ഒരെണ്ണം എന്ന് പറയുന്നതാണ് റീസണിങ് അല്ലെങ്കിൽ ന്യായവാദം എന്ന് നമുക്കതിനെ പറയാം. അതേപോലെ പ്രോബ്ലം സോൾവിങ്, അതിനെ പ്രശ്ന പരിഹാരം എന്ന് നമുക്ക് പറയാം. ആൻഡ് അഡാപ്റ്റബിലിറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ആ ഒരു പെരുമാറ്റത്തെ നമ്മൾ തിട്ടപ്പെടുത്തി കൊണ്ടുവരുന്നതിനെ നമുക്ക് അഡാപ്റ്റബിലിറ്റി എന്ന് പറയാം. ഇത് എല്ലാം കൂടെ ഉപയോഗിക്കുന്ന ഒരു സംഗതിയാണ് ശരിക്കും ഇന്റലിജൻസ് എന്ന് പറയുക. നമ്മൾ നോക്കുവാണെന്നുണ്ടെങ്കിൽ കുറെ നാളുകളായിട്ട് ഒരുപാടധികം തിയറീസ് പ്രൊപ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഇന്റലിജൻസിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇപ്പൊ ട്രഡീഷണൽ ആയിട്ടുള്ള തിയറീസ് നമുക്ക് പഠിക്കാനുള്ളത് തന്നെയാണ്. അതിനകത്ത് സ്പിയർമാന്റെ 2 ഫാക്ടർ തിയറി ഉണ്ട്. അപ്പോൾ സ്പിയർമാന്റെ 2 ഫാക്ടർ തിയറിയിൽ പറയുന്നത് ഒരു ജനറൽ കോഗ്നിറ്റീവ് എബിലിറ്റി ഉണ്ട്, അതായത് ജി ഫാക്ടർ എന്ന് അതിനെ പറയുന്നു. അതായത് ആ ഒരു ജനറൽ കോഗ്നിറ്റീവ് തിയറി, അതാണ് ജി ഫാക്ടർ, അല്ലെങ്കിൽ ആ കോഗ്നിറ്റീവ് എബിലിറ്റിനെയാണ് ജി ഫാക്ടർ എന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് കൂടുതൽ നമ്മൾ ചർച്ച ചെയ്യും. എന്നാൽ കുറെ കൂടെ റീസെന്റ് ആയിട്ടുള്ള തിയറീസ് നമ്മൾ നോക്കുവാണെന്നുണ്ടെങ്കിൽ സ്റ്റേൺബർഗിന്റെ തിയറി ഉണ്ട്, ട്രയാക്കിക് തിയറി ഉണ്ട്, ആൻഡ് ഗാർഡ്നറുടെ മൾട്ടിപ്പിൾ ഇന്റലിജൻസ് തിയറീസ് ഉണ്ട്. അതൊക്കെ നമുക്ക് ഇതിനകത്ത് പഠിക്കാനുള്ളത് തന്നെയാണ്. ഈ തിയറീസ് ഒക്കെ നമ്മൾ നോക്കുവാണെന്നുണ്ടെങ്കിൽ കുറെ കൂടെ കോണ്ടംപററി ആയിട്ടുള്ള കുറെ കൂടെ പുതിയ തിയറീസ് നമ്മൾ നോക്കുവാണെന്നുണ്ടെങ്കിൽ ഈ തിയറീസ് ഒക്കെ പറയുന്നത് ഇന്റലിജൻസ് എന്ന് പറയുന്നത് ഒരു കോമ്പിനേഷൻ ആണ്. മൾട്ടിപ്പിൾ ആയിട്ടുള്ള കഴിവുകളുടെ, മൾട്ടിപ്പിൾ ആയിട്ടുള്ള എബിലിറ്റീസിന്റെ ഒരു കൂട്ടായ്മയാണ് ഇന്റലിജൻസ് എന്ന് പറയുന്നത്. ആൻഡ് ദേ ഗോ വേ ബിയോണ്ട് വാട്ട് ഇസ് മെഷേർഡ് ആസ് സ്റ്റാൻഡേർഡ് IQ ടെസ്റ്റ്. സ്റ്റാൻഡേർഡ് IQ ടെസ്റ്റിൽ അത് ടെസ്റ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നതിലും അപ്പുറമാണ് ഇന്റലിജൻസ് എന്ന് പറയുന്നതാണ് ഇന്നത്തെ തിയറീസ് നമ്മളെ പഠിപ്പിക്കുന്നത്. ഇനി ക്രിയേറ്റിവിറ്റിയുടെ കാര്യം നമ്മൾ പറയുവാണെന്നുണ്ടെങ്കിലോ, ഈ ക്രിയേറ്റിവിറ്റിയാണ് ശരിക്കും ഒരു വ്യക്തിക്ക് നോവലായിട്ടുള്ള അല്ലെങ്കിൽ പുതിയതെന്ന് പറയാം. നോവൽ ഐഡിയാസ് എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ ലെറ്റസ് പുതിയ ഐഡിയാസ് എന്നുള്ളത് ഉപകാരപ്രദമായ യൂസ്ഫുൾ ആയിട്ടുള്ള ഐഡിയാസ്, ആ സൊല്യൂഷൻസ് അതൊക്കെ കൊണ്ടുവരിക, അല്ലെങ്കിൽ വളരെ വ്യക്തമായ നല്ല മനോഹരമായ ഒരു ആർട്ടിസ്റ്റിക് എക്സ്പ്രഷൻ അവിടെ കൊണ്ടുവരിക. ഇതൊക്കെയാണ് ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത് അല്ലെ. നോളജ് ഒരു പക്ഷേ നമുക്ക് പഠിച്ച് നമുക്ക് സ്കൂളിൽ നിന്നോ നമ്മുടെ പാഠങ്ങളിൽ നിന്നോ എല്ലാ കുട്ടികൾക്കും ഒരേപോലെ ലഭിക്കാം. പക്ഷേ ഈ ക്രിയേറ്റിവിറ്റി, ആ കിട്ടിയ നോളജ് എടുത്ത് അതിനെ ഫലപ്രദമായി ഉപയോഗിച്ച് അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്നതാണ് ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ഈ ക്രിയേറ്റിവിറ്റി നടക്കണമെങ്കിൽ 2 തരത്തിലുള്ള കീ കോഗ്നിറ്റീവ് പ്രോസസ്സസ് ഇവിടെ നടക്കണം. ഒന്ന് ഡൈവേർജന്റ് തിങ്കിങ് എന്ന് പറയും. ഡൈവേർജന്റ് തിങ്കിങ് നമുക്ക് പഠിക്കാനുള്ളതാണ് വ്യത്യസ്ത ചിന്ത എന്ന് നമുക്ക് വേണമെങ്കിൽ മലയാളത്തിൽ പറയാം. ആൻഡ് കൺവേർജന്റ് തിങ്കിങ് ഉണ്ട്. കൺവേർജന്റ് തിങ്കിങ് എന്ന് പറയുമ്പോഴത്തേക്ക് ഏകീകൃത ചിന്ത, അല്ലെങ്കിൽ ഒത്തുചേർത്ത് വെക്കുന്ന തരത്തിലുള്ള ചിന്ത എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, അപ്പൊ ട്രഡീഷണലി ഈ ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത് ഇന്റലിജൻസും സെയിം അല്ല എന്നായിരുന്നു കരുതിയിരുന്നത്. പക്ഷെ മോഡേൺ റിസർച്ച് ശരിക്കും കാണിക്കുന്നതെന്ന് പറഞ്ഞാല് ക്രിയേറ്റിവിറ്റി ആൻഡ് ആസ്പെക്ട്സ് ഓഫ് ഇന്റലിജൻസിന്റെ പല ഭാഗങ്ങൾ, ലൈക്ക് ഫ്ലൂയിഡ് ഇന്റലിജൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് താരല ബുദ്ധി എന്ന് വേണമെങ്കിൽ പറയാം. അതേപോലെ വർക്കിംഗ് മെമ്മറി നമുക്ക് ഓൾറെഡി അറിയാം അല്ലെ. ഇപ്പൊ കഴിഞ്ഞ ലെസണിൽ നമ്മൾ അത് കുറെ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അല്ലെ നമ്മുടെ ഷോർട്ട് ടേം മെമ്മറി എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പൊ ഇതിനെല്ലാം ചില കോഗ്നിറ്റീവ് മെക്കാനിസംസ് ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഈ ഒരു ലെസൺ എന്ന് പറയുന്നത് മോഡ്യൂൾ 4 ഇന്റലിജൻസ് ആൻഡ് ക്രിയേറ്റിവിറ്റി ആണ്. സൈക്കോളജിയുടെ ഭാഗമായിട്ട് നിങ്ങൾക്ക് വരുന്നത്. അപ്പൊ ഇതിൽ ട്രഡീഷണൽ തിയറീസ് ഉണ്ട്. 2 ഫാക്ടർ തിയറി, അത് സ്പിയർമാൻ ആൻഡ് കാറ്റൽ അവരുടെ 2 ഫാക്ടർ തിയറി. പിന്നെ മൾട്ടി ഫാക്ടർ തിയറി. ഇത് നിങ്ങളുടെ സിലബസിൽ ഇങ്ങനെയാണ് ടോപ്പിക്സ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഹൈറാർക്കിക്കൽ മോഡൽ ഉണ്ട്, സ്ട്രക്ചർ ഓഫ് ഇന്റലക്ട് മോഡൽ ഉണ്ട്, ആൻഡ് ദെൻ വി ഹാവ് ദ കോണ്ടംപററി തിയറീസ്. അതിനകത്ത് ട്രയാക്കിക് തിയറി, മൾട്ടിപ്പിൾ ഇന്റലിജൻസ് തിയറി, ഇമോഷണൽ ഇന്റലിജൻസ് തിയറി, ആൻഡ് വി ഓൾസോ ഹാവ് ദി PASS അല്ലെങ്കിൽ പാസ് തിയറി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇനി അതിനുശേഷം ക്രിയേറ്റിവിറ്റിയുടെ നേച്ചർ, അതിന്റെ സ്വഭാവം എന്താണ്, ക്രിയേറ്റിവിറ്റിയുടെ സ്റ്റേജസ് എന്താണെന്ന് മനസ്സിലാക്കുക. അതേപോലെ
ഡൈവേർജന്റ് തിങ്കിങ്, കൺവേർജന്റ് തിങ്കിങ് എന്താണ് എന്ന് മനസ്സിലാക്കുക എന്നുള്ളത്. ഓക്കെ, നിങ്ങളുടെ സിലബസ് ഇത്രയും വാസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഈ 4th മോഡ്യൂളിൽ നിന്ന് ആകെ 2 മാർക്കിന്റെ ചോദ്യം അവർ ചോദിക്കുമെന്നാണ് പറയുന്നത്. അതിന്റെ അർത്ഥം 2 ചോദ്യങ്ങൾ ഇതിൽ നിന്നും വരാം. അപ്പം ഇത്രയും വലിയ ടോപ്പിക്സും ആകെ 2 ചോദ്യങ്ങളും ആകുമ്പോഴേ നമുക്ക് കുറച്ചും കൂടെ ചലഞ്ചിങ് ആണ് അല്ലെ. ആ ടോപ്പിക്സിനെ നമ്മൾ കൃത്യമായി മനസ്സിലാക്കി വെക്കണം. ചിലപ്പോൾ ഒരു ചോദ്യം ഇതിനകത്ത് മൾട്ടിഫാക്ടർ തിയറി ആര് പ്രപ്പോസ് ചെയ്തെന്നായിരിക്കാം. ചിലപ്പോൾ ഇതിനകത്ത് ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു മാച്ച് ദ ഫോളോയിങ്. അപ്പോൾ ഒരു തിയറി തരുന്നു ആൻഡ് മറ്റു സൈഡിൽ ആ തിയറിയുടെ കോൺസെപ്റ്റ് തരുന്നു, എന്നിട്ട് അതിനെ മാച്ച് ചെയ്യുക എന്നുള്ളതായിരിക്കാം. അപ്പോൾ വളരെ കുറച്ച് പ്രൊവിഷനേ ഉള്ളൂ ഇതിനകത്ത് നിന്ന് ചോദ്യങ്ങൾ ചോദിക്കാൻ. എന്നാൽ ഒരുപാടധികം ഇൻഫർമേഷൻ ഇവിടെ ഉള്ള സ്ഥിതിക്ക് നമ്മൾ എന്താ പറയേണ്ടത്, നല്ല ചോദ്യങ്ങൾ ലൈക്ക് മാച്ച് ദ ഫോളോയിങ് പോലെയൊക്കെയുള്ള ചോദ്യങ്ങൾ നമ്മൾ ഇതിൽ നിന്ന് പ്രതീക്ഷിക്കണം. അങ്ങനെയുള്ള ചോദ്യങ്ങൾ നമ്മൾക്ക് ആൻസർ ചെയ്യണമെങ്കിൽ പരമാവധി ഇൻഫർമേഷൻ നമ്മൾ മനസ്സിലാക്കി വെച്ചേക്കുക, കോൺസെപ്റ്റുകൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ് നമ്മൾ ഇവിടെ ചെയ്യേണ്ടത്. ഓക്കെ, സോ മൈ നെയിം ഇസ് സെബാസ്റ്റ്യൻ ആൻഡ് ലെറ്റ്സ് മൂവ് ഡൈവ് ഇൻടു ദ. അപ്പൊ ആദ്യം തന്നെ നമുക്ക് ആ ഒരു ഡെഫിനിഷനും ആൻഡ് വി വിൽ ഓൾസോ ഗെറ്റ് ഇൻട്രൊഡ്യൂസ്ഡ് ടു ദ കോൺസെപ്റ്റ് ഓഫ് ഇന്റലിജൻസ് ആൻഡ് ക്രിയേറ്റിവിറ്റി. സോ ലെറ്റ്സ് സീ വാട്ട് ഇന്റലിജൻസ് മീൻസ് ആൻഡ് വാട്ട് ക്രിയേറ്റിവിറ്റി മീൻസ്. അതേപോലെ നമുക്ക് അതിന്റെ ആ ഒരു ഡെഫിനിഷനിലേക്കും നമുക്കൊന്ന് കടക്കാം. അവിടെ സോ ഇന്റലിജൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് അതിനെ ഒന്ന് ഡിഫൈൻ ചെയ്യാനാണെങ്കിൽ, ഡിഫൈൻ ചെയ്യുമ്പോൾ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും വാട്ട് ദിസ് തിങ് ഇസ് എന്നുള്ളത്. അപ്പോ ഇന്റലിജൻസ് the capacity to acquire ചെയ്യുന്ന എന്തൊക്കെയാണ്, നമുക്ക് ഒരു കാലത്ത് ഇല്ലാതിരുന്നത് പുതിയതായിട്ട് നമ്മൾ നേടിയെടുക്കുന്നതാണ് acquire. നമ്മുടെ സ്കിൽസ് നമ്മൾ acquire ചെയ്യാണ്, നോളജ് നമ്മൾ acquire ചെയ്യാണ് അല്ലെ. സ്കിൽസ് എന്ന് പറഞ്ഞാൽ ഡ്രൈവിംഗ്, സ്വിമ്മിങ്, റൈറ്റിംഗ്, നമുക്ക് സംസാരിക്കാനുള്ള ആ ഒരു സ്കിൽ, ഇതൊക്കെ സ്കിൽസ് ആണ്. ഇതെല്ലാം നമ്മൾ acquire ചെയ്തെടുക്കുന്നത്. അപ്പോഴത് പഠനത്തിലൂടെയും പ്രാക്ടീസിലൂടെയും നമ്മൾ നേടിയെടുക്കുന്നതാണ് ഈ acquire. acquire എന്ന വാക്കിന് നമ്മൾ വസ്തു വാങ്ങിച്ചാലും വീട് വാങ്ങിച്ചാലും acquire എന്ന് ഉപയോഗിക്കാം കേട്ടോ അവിടെ. പക്ഷെ ഇവിടെ സൈക്കോളജിയിൽ ദിസ് ഇസ് വാട്ട് acquire മീൻസ്, വസ്തു വാങ്ങിച്ചെന്നല്ല. ഓക്കെ, സോ acquire, understand and apply knowledge and skills encompassing reasoning, memory, problem solving and adaptability. ആ ഒരു ഡെഫിനിഷൻ ഒന്ന് നോക്കിയേ. അതിനകത്ത് ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും അവിടെ പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പൊ വളരെ ബ്രോഡായിട്ട് നമുക്ക് പറയാം ഒരു വ്യക്തിക്കുള്ള കഴിവുകൾ എന്തിനൊക്കെയുള്ള കഴിവുകളാണ്. acquire ചെയ്യുക, മനസ്സിലാക്കുക, ആ മനസ്സിലാക്കിയ നോളജിനെ അപ്ലൈ ചെയ്യുക, പല അധികം കോണ്ടെക്സ്റ്റിൽ ആ നോളജും സ്കിൽസും അപ്ലൈ ചെയ്യുക എന്നുള്ളത്. ആൻഡ് ഇതെല്ലാം കോഗ്നിറ്റീവ് എബിലിറ്റീസ് ആണ് അല്ലേ. ഈ റീസണിങ് ആയാലും പ്രോബ്ലം സോൾവിങ് ആയാലും മെമ്മറി ആയാലും അഡാപ്റ്റബിലിറ്റി ടു ന്യൂ സിറ്റുവേഷൻസ്, പുതിയ സിറ്റുവേഷനിൽ നമ്മൾ ഇഴുകിച്ചേരുന്നത്, ഇതൊക്കെ ആയിരുന്നാലും ശരി തന്നെ ദീസ് ആർ ഓൾ കോഗ്നിറ്റീവ് എബിലിറ്റീസ് എന്നുള്ളതാണ്. അപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് സ്പിയർമാന്റെ 2 ഫാക്ട് തിയറി ഉണ്ട്. അതൊരു ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു തിയറിയാണ്, പണ്ട് കാലം മുതലേ, അല്ലെങ്കിൽ അതായിരുന്നു ആദ്യം വിശ്വസിച്ചിരുന്ന ഒരു തിയറി എന്നുള്ളത്. അപ്പൊ ആ തിയറിയിൽ പ്രധാനമായിട്ട് പറയുന്നത് ഒരു ജനറൽ കോഗ്നിറ്റീവ് എബിലിറ്റി ഉണ്ട് എന്നുള്ളത്. ഈ ജനറൽ കോഗ്നിറ്റീവ് എബിലിറ്റിയെ ജി ഫാക്ടർ എന്നാണ് പറയുന്നത്. അത് നോക്കൂ ഇവിടെ, ജി ഫാക്ടർ. അപ്പോ ജി ഫാക്ടർ എന്ന് ഇവിടെ പറയുന്നത്. അപ്പൊ ജനറൽ ഇന്റലിജൻസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പൊതുവെ ആ ഒരു ജനറൽ ഇന്റലിജൻസ് ഉണ്ടല്ലോ, കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിനും ചെയ്യുന്നതിനും എന്നുള്ള. അപ്പോൾ ആ ഒരു ട്രഡീഷണൽ തിയറിയിൽ പറയുന്നത് കോഗ്നിറ്റീവ് എബിലിറ്റി ആയ ജി ഫാക്ടർ ഉണ്ട്. അതാണ് ശരിക്കും എന്താ പറയേണ്ടത്, നമ്മൾ ഈ ഒരുപാടധികം കാര്യങ്ങൾ നമ്മൾ ചെയ്യുമല്ലോ, ടാസ്കുകൾ നമ്മൾ ചെയ്യുമല്ലോ നമ്മുടെ ജീവിതത്തിൽ. ടാസ്ക് എന്ന് ഞാൻ ഉദ്ദേശിക്കുമ്പോൾ നമ്മൾ പല്ല് തേക്കുന്നത് പോലും ഒരു ടാസ്ക് ആണ്. അപ്പൊ അങ്ങനെയുള്ള ടാസ്കുകൾ നമ്മൾ ചെയ്യുമല്ലോ. ആ ചെയ്യുന്ന ടാസ്കിന്റെ പെർഫോമൻസിനെ സ്വാധീനിക്കുന്നതാണ് ഈ ജി ഫാക്ടർ എന്ന് പറയുന്നത്. ഇനി അറ്റ് ദ സെയിം ടൈം എസ് ഫാക്ടേഴ്സ് ഉണ്ട്. എസ് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് എന്താണ്, സ്പെസിഫിക് എബിലിറ്റീസ് ആണ് ഈ എസ് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. അത് ഒരു വ്യക്തിയുടെ ആ സ്പെസിഫിക് ഡൊമെയിൻ ഉണ്ടല്ലോ, ഒരു പക്ഷേ ആ ഒരു വ്യക്തിയുടെ പ്രവർത്തന മേഖലയാണ് ആ വ്യക്തിയുടെ ഡൊമെയിൻ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പോൾ അതും ഉണ്ട് അല്ലെ. ഇപ്പൊ നമുക്ക് ജനറൽ ആയിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട്, അറ്റ് ദ സെയിം ടൈം സ്പെസിഫിക് ആയിട്ടുള്ള നമ്മുടെ കുറെ എബിലിറ്റീസ് ഉണ്ട്. ജനറൽ ആയിട്ടുള്ളത് നമുക്ക് എല്ലാവർക്കും ഒരു പക്ഷേ എഴുതാനും വായിക്കാനും സംസാരിക്കാനും നടക്കാനും ഓടാനും സൈക്കിൾ ചവിട്ടാനും കാർ ഓടിക്കാനും ബൈക്കിൽ യാത്ര ചെയ്യാനും അല്ലെ ബൈക്ക് ഓടിക്കാനും ഒക്കെ നമുക്ക് സാധിക്കുന്ന, ലെറ്റ് സേ അതൊക്കെ ജനറൽ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, അല്ലെങ്കിൽ ജി ഫാക്ടറിന്റെ കീഴിൽ വരുന്ന എബിലിറ്റീസ് അല്ലെ. ആൻഡ് മാത്രമല്ല
അത് ജി ഫാക്ടർ എന്ന് പറയുമ്പോഴത്തേക്ക് ആ ഒരു കൊഗ്നറ്റീവ് എബിലിറ്റിയാണ്, ഒരു ജനറൽ കൊഗ്നറ്റീവ് എബിലിറ്റി ഉണ്ട് എന്നുള്ളതാണ് ജി ഫാക്ടറിൽ പറയുന്നത്. പക്ഷേ സ്പെസിഫിക് ആയിട്ടുള്ള എബിലിറ്റീസ് നമ്മൾ എന്തെങ്കിലും എല്ലാവർക്കും ഒരു പക്ഷെ നീന്താനായിട്ട് അറിയില്ല. ഇനി അതല്ലെങ്കിൽ നിങ്ങൾ ഓരോരുത്തർ വർക്ക് ചെയ്യുന്ന ആ ഒരു ഫീൽഡ് എന്ന് പറയുന്നത്, അപ്പോൾ നിങ്ങൾ ഒരു ടീച്ചർ ആണെങ്കിൽ ആ ഒരു ടീച്ചിങ് ഫീൽഡിൽ നിങ്ങൾക്കുള്ള എക്സ്പെർട്ടീസ് ഒരു നോൺ ടീച്ചർക്ക് ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല. എന്നാൽ എല്ലാവർക്കും പഠിപ്പിക്കാം വേണ്ടി വന്നാൽ അല്ലേ. പക്ഷെ ആ ഒരു ടീച്ചർക്കുള്ളത് പോലെയുള്ള എബിലിറ്റീസ് മറ്റുള്ളവർക്ക് ഉണ്ടാകണം എന്ന് നിർബന്ധമില്ല. അതാണ് ആ ഒരു മോഡൽ. നമുക്ക് അതിന്റെ ഡീറ്റെയിൽസിലേക്ക് കടക്കാം. അപ്പം പിന്നെ കോണ്ടംപററി മോഡൽസ് ഉണ്ട്. അതിനകത്ത് സ്റ്റെയിൻബർഗിന്റെ ട്രയാക്കിക് തിയറി ഉണ്ട്, ഗാർഡ്നറുടെ മൾട്ടിപ്പിൾ ഇന്റലിജൻസ് തിയറീസ് ഉണ്ട്. ഇത് ഒക്കെ പറയുന്നതെന്ന് പറഞ്ഞാൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത് ഒരൊറ്റ ഫാക്ടർ അല്ല, മൾട്ടിപ്പിൾ ഫാക്ടേഴ്സ് അതിനകത്ത് വരുന്നു എന്നുള്ളതാണ്. ഒരുപാടധികം കൊഗ്നറ്റീവ് ആൻഡ് പ്രാക്ടിക്കൽ എബിലിറ്റീസ് ഒന്നിച്ചു വന്ന് പ്രവർത്തിക്കുമ്പോഴാണ് ഇന്റലിജൻസ് ഉണ്ടാവുന്നതെന്നാണ് അവർ പറയുന്നത്. ഇനി ക്രിയേറ്റിവിറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് ലെറ്റ് us look at what creativity is. Now creativity, the ability to generate novel and useful ideas or solutions. It involves both divergent thinking, അതായത് generating multiple possibilities, അതാണ് divergent thinking, and convergent thinking, narrowing to the best solution. Okay, so creativity is seen as interrelated with aspects of intelligence like fluid intelligence and working memory. So creativity എന്താണ്? ഒരു വ്യക്തിക്ക് യുണീക്ക് ആയിട്ടുള്ള പുതിയ ഉപകാരപ്രദമായ ഐഡിയാസ് ജനറേറ്റ് ചെയ്യാനുള്ള കഴിവ്, അല്ലെങ്കിൽ ഒരു പ്രശ്നത്തിനുള്ള ഒരു പരിഹാരം കണ്ടെത്തുക എന്നുള്ളതൊക്കെയാണ് ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത്. നമ്മൾ പറയുമല്ലോ വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് എന്ന് നമ്മൾ പറയുമ്പോഴത്തേക്ക് എന്താണ്, ആ വ്യക്തിക്ക് കുറച്ച് ക്രിയേറ്റിവിറ്റി അല്ലെങ്കിൽ ആ ചെയ്തുകൊണ്ടിരിക്കുന്ന മേഖലയിൽ കാര്യങ്ങൾ കുറെ കൂടെ നല്ലതായിട്ട് ചെയ്യുന്നതിന് കഴിയുന്നു, അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ചെയ്യാനായിട്ട് കഴിയുന്നു. ഇപ്പൊ ക്രിയേറ്റിവിറ്റിയെ പലപ്പോഴും ഡിസ്ക്രൈബ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഇറ്റ് ഈസ് എൻ ഇന്റർപ്ലേ ബിറ്റ്വീൻ ഡൈവേർജന്റ് തിങ്കിങ്, ഡൈവേർജന്റ് തിങ്കിങ് ആൻഡ് കൺവേർജന്റ് തിങ്കിങ്. അപ്പൊ ഇവിടെ ഡൈവേർജന്റ് തിങ്കിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പ്രശ്നം അത് പരിഹരിക്കുന്നതിന് പല മാർഗങ്ങളുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുന്നതാണ് ഡൈവേർജന്റ് തിങ്കിങ്. അല്ലെങ്കിൽ പല മാർഗങ്ങൾ ഓൾറെഡി ആ ഒരു പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് പല മാർഗങ്ങളിലേക്ക് നമ്മൾ വന്നെത്തിച്ചേരുന്നതാണ് ഡൈവേർജന്റ് തിങ്കിങ്. അപ്പൊ ജനറേറ്റിംഗ് പോസിബിൾ മൾട്ടിപ്പിൾ സൊല്യൂഷൻസ് ടു എ പ്രോബ്ലം. ആൻഡ് കൺവേർജന്റ് തിങ്കിങ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? ഈ പോസിബിലിറ്റീസ്, ഒരു പ്രശ്നം പരിഹരിക്കുന്നതിന് ഇവിടെ 10 പ്രത്യേക മാർഗങ്ങളുണ്ട്. അതിൽ നിന്ന് നമ്മൾ എലിമിനേറ്റ് ചെയ്ത് അവസാനം ഒരെണ്ണത്തിലേക്ക് നമ്മൾ ഫണൽ ഡൗൺ ചെയ്ത് ഫിൽറ്റർ ഡൗൺ ചെയ്ത് ഒരു മാർഗത്തിലേക്ക് എത്തുന്നു. എന്നിട്ട് ആ മാർഗം ഉപയോഗിച്ച് അതിനെ ഫലപ്രദമായി ചെയ്തു തീർക്കുന്നു. അതാണ് ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ക്രിയേറ്റീവ് പ്രോസസ് എന്ന് പറയുന്നത് ടിപ്പിക്കലി അതിനെ മനസ്സിലാക്കിയിരിക്കുന്നത് 4 സ്റ്റേജസ് അതിനുണ്ട് എന്നുള്ളതാണ്. അതിൽ ആദ്യത്തെ സ്റ്റേജസ് പ്രിപ്പറേഷൻ, തയ്യാറെടുപ്പ്, ഇൻക്യുബേഷൻ. ആ ഇൻക്യുബേഷനിലാണ് അതിനെ പറയേണ്ടത്, ഒന്നും കൂടെ ഗ്രോ ചെയ്ത് ഏത് ഉപയോഗിക്കണം എന്നൊക്കെ തീർക്കുന്നത്. ദെൻ കംസ് ദി ഇലുമിനേഷൻ ആൻഡ് ദെൻ ദ വെരിഫിക്കേഷൻ. ഇതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യും ഇൻ ഡീറ്റെയിൽ. അപ്പോൾ ട്രഡീഷണലി ദിസ് വാസ് തോട്ട് ടു ബി ഡിസ്റ്റിങ്ക്ട് ഫ്രം ഇന്റലിജൻസ്. അപ്പൊ പഴയ ചിന്ത അല്ലെങ്കിൽ ട്രഡീഷണലി മുൻകാലത്ത് വിശ്വസിച്ചിരുന്നത് ഇത് രണ്ടും, ഇന്റലിജൻസും ക്രിയേറ്റിവിറ്റിയും രണ്ടാണെന്നും, എന്നാൽ ഇപ്പോഴത്തെ ചിന്ത എന്താണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു തന്നു അല്ലേ. ക്രിയേറ്റിവിറ്റി ആൻഡ് സർട്ടൻ ആസ്പെക്ട്സ് ഓഫ് ഇന്റലിജൻസ്. ഓക്കെ, അതായത് ഫ്ലൂയിഡ് ഇന്റലിജൻസ്, വർക്കിംഗ് മെമ്മറി, ഇതിനൊക്കെ പറയേണ്ടത് ഒരു സെയിം കോഗ്നിറ്റീവ് മെക്കാനിസം തന്നെ ഇതിനൊക്കെ ഉണ്ട് എന്നുള്ളത്. അപ്പോൾ ടു പുട്ട് ടുഗെദർ നമ്മൾ നോക്കിയാൽ ഇന്റലിജൻസ് ആൻഡ് ക്രിയേറ്റിവിറ്റി ഇത് രണ്ടും കൂടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫണ്ടമെന്റൽ ആയിട്ടുള്ള കോഗ്നിറ്റീവ് ഫങ്ഷൻസ് ആണ്. ഈ ഫങ്ഷൻസ് ആണ് ശരിക്കും ഒരു വ്യക്തിയെ ആ വ്യക്തിയുടെ സാഹചര്യവുമായിട്ട് അഡാപ്റ്റ് ചെയ്ത് ചേരാനും, ആ വ്യക്തിക്ക് പ്രോബ്ലംസ് സോൾവ് ചെയ്യാനും, ആ വ്യക്തിക്ക് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പുതിയ തരം സൊല്യൂഷൻസ് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഇന്നോവേറ്റീവ് തോട്ട്സിൽ ഏർപ്പെടാനും ഒക്കെ സാധിക്കുന്നത് ഇത് ആണ് എന്നുള്ള. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ആ ഒരു പുതിയ ചിന്ത ഇത് രണ്ടും വ്യത്യസ്തമായതല്ല, രണ്ടും കണക്റ്റഡ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ ഇന്റലിജൻസും ക്രിയേറ്റിവിറ്റിയും ഒരൊറ്റ പാഠത്തിൽ ഒരൊറ്റ മോഡ്യൂളിലാക്കി നമ്മൾ ഇവിടെ പഠിക്കുന്നത്. ഓക്കെ,
സോ ഇനിയിപ്പം നമ്മുടെ സിലബസ് നമ്മൾ നോക്കുവാണെന്നുണ്ടെങ്കിൽ സ്ട്രൈറ്റ് അവേ എന്താണ് ഇന്റലിജൻസ്, എന്താണ് ക്രിയേറ്റിവിറ്റി എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ സ്പെസിഫിക് ആയിട്ട് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കിയിരിക്കേണ്ടത്. അപ്പോൾ എന്താ, ഒരു സൈക്കോളജി ഗ്രാജുവേഷൻ ലെവലിൽ നിങ്ങൾ പഠിക്കുന്നത് പോലെ അത്രയും അധികം ഡീറ്റെയിൽഡ് ആയിട്ട് പോകണ്ട. കാരണം സ്പെസിഫിക് ആയിട്ട് എന്തൊക്കെ പഠിക്കണം എന്ന് സിലബസിൽ പറഞ്ഞിട്ടുണ്ട്. അതിൽ മാത്രം നമ്മൾ ഫോക്കസ് ചെയ്ത് മുന്നോട്ടങ്ങ് പോയാൽ മതി. സോ സ്ട്രൈറ്റ് അവേ ലെറ്റ്സ് ഗെറ്റ് ഓൺ വിത്ത് ദ ട്രഡീഷണൽ തിയറീസ് ഓഫ് ഇന്റലിജൻസ്. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മളിവിടെ നോക്കുന്നത് സ്പിയർമാൻസ് 2 ഫാക്ടർ തിയറി. സ്പിയർമാൻ്റെ 2 ഫാക്ടർ തിയറിയാണ് നോക്കുന്നത്. അപ്പോൾ ഇത് ഇവിടെ സ്ലൈഡിൽ നിങ്ങൾ വളരെ ഷോർട്ട് ആയിട്ടുള്ള നോട്ട്സ് ആണ് അവിടെ കാണുന്നത്. ആൻഡ് നിങ്ങൾക്ക് ആക്ച്വൽ നോട്ട്സ് നോക്കുമ്പോഴത്തേക്ക് വളരെ എലാബറേറ്റ് ആയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ അതിനകത്ത് കൊടുത്തിട്ടുണ്ട് അല്ലേ. സൈക്കോളജിയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക് ആയിരുന്നു ഈ സ്റ്റഡി ഓഫ് ഇന്റലിജൻസ് എന്ന് പറയുന്നത്. കുറേ നാളായിട്ട് ഇപ്പോഴും അത് സൈക്കോളജിയുടെ ഒരു 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 പ്രധാനപ്പെട്ട ഒരു ടോപ്പിക് തന്നെ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഒരുപാടധികം തിയറീസ് ഉണ്ട് ഇതിനെ ഡിഫൈൻ ചെയ്യുന്നതിന്, ഈ ഇന്റലിജൻസിനെ അളക്കുന്നതിന്. നമുക്ക് മെഷർ ചെയ്യണ്ടേ, അതേപോലെ എന്ത് തരം ഇന്റലിജൻസ് ആണെന്ന് അതിനെ കാറ്റഗറൈസ് ചെയ്യണ്ടേ. അപ്പൊ ഇതിനൊക്കെ വേണ്ടിയിട്ട് ഒരുപാടധികം റിസർച്ച് നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അതിൽ ഒരു ഫൗണ്ടേഷണൽ അപ്രോച്ചാണ് ഇന്റലിജൻസ് നമുക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഫൗണ്ടേഷണൽ അപ്രോച്ചാണ് ചാൾസ് സ്പിയർമാൻ ആ ഏർലി 20th സെഞ്ചുറിയിൽ ഡെവലപ്പ് ചെയ്ത ഈ ഒരു തിയറി എന്ന് പറയുന്നത്. അതായത് 2 ഫാക്ടർ തിയറി ഓഫ് ഇന്റലിജൻസ്. അപ്പൊ ഈ ഒരു 2 ഫാക്ടർ തിയറിയിൽ അദ്ദേഹം പറയുന്നത് ഹ്യൂമൻ ഇന്റലിജൻസിന് ആക്ച്വലി 2 ഡിസ്റ്റിങ്ക്റ്റ് ആയ 2 വ്യത്യസ്തമായ ഫാക്ടേഴ്സ്, ഘടകങ്ങളുണ്ട് എന്നുള്ളതാണ്. അതിൽ ആദ്യത്തെ ഘടകമാണ് ആ ഒരു ജനറൽ ഇന്റലിജൻസ് ഫാക്ടർ. അതിനെ അദ്ദേഹം ജി ഫാക്ടർ എന്ന് വിളിച്ചു. അതാണ് നമ്മൾ ഇവിടെ കാണുന്ന ഈ ഒരു ജി ഫാക്ടർ എന്ന് പറയുന്നത്. ജി ഫാക്ടർ എന്ന് അദ്ദേഹം വിളിച്ചു. ആൻഡ് രണ്ടാമത്തെ ഒന്നെന്ന് പറയുന്നത് സ്പെസിഫിക് എബിലിറ്റീസ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതിനെ എസ് ഫാക്ടേഴ്സ് എന്നും അദ്ദേഹം വിളിച്ചു എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അദ്ദേഹം ഈ കൊണ്ടുവന്നിരിക്കുന്ന ഈ ഒരു തിയറി എന്ന് പറയുന്നത് ഇന്നത്തെ ഒരുപാടധികം ഇന്റലിജൻസ് ടെസ്റ്റിങ്ങിനായിരുന്നാലും വരി, സൈക്കോളജിസ്റ്റ് എങ്ങനെ ഇന്റലിജൻസിനെ മനസ്സിലാക്കുന്നു, അതിൻ്റെ കൊഗ്നിറ്റീവ് എബിലിറ്റീസിനെ എങ്ങനെ മനസ്സിലാക്കുന്നു എന്നുള്ളതിനൊക്കെയുള്ള അടിസ്ഥാനമായി മാറി ഈ 2 ഫാക്ടേഴ്സും. അപ്പൊ അദ്ദേഹം ബേസിക്കലി പറഞ്ഞിരുന്ന ഇതാണ്, ഇന്റലിജൻസിന് 2 ഫാക്ടേഴ്സ് ഉണ്ട്, ജി ഫാക്ടറും എസ് ഫാക്ടറും. ഓക്കെ, ഇനി റെയ്മണ്ട് കാറ്റൽ. അപ്പൊ തുടക്കത്തിൽ നമ്മളിവിടെ പറഞ്ഞിരുന്നു അല്ലെ, ഈ 2 ഫാക്ടർ തിയറി എന്ന് പറയുന്നതിനകത്ത് സ്പിയർമാനും റെയ്മണ്ടും, അതായത് റെയ്മണ്ടിന്റെ പേര് റെയ്മണ്ട് കാറ്റൽ, കാറ്റലിന്റെ ഫുൾ നെയിം റെയ്മണ്ട് കാറ്റൽ എന്നുള്ളതാണ്. ഈ റെയ്മണ്ട് കാറ്റൽ ശരിക്കും സ്പിയർമാന്റെ ഈ വർക്കിനെ കുറച്ചും കൂടെ വിപുലീകരിച്ച് പഠിച്ചു എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു കോൺസെപ്റ്റിനെ അദ്ദേഹം 2 സബ് ടൈപ്സ് ഓഫ് ഇന്റലിജൻസ് ആയിട്ട് അദ്ദേഹം മാറ്റി കൊണ്ടുവന്നു. അദ്ദേഹം ആണ് അതിനെ ഫ്ലൂയിഡ് ഇന്റലിജൻസ് എന്നും ക്രിസ്റ്റലൈസ്ഡ് ഇന്റലിജൻസ് എന്നും പറഞ്ഞത്. ഇപ്പൊ ക്രിസ്റ്റൽ നമുക്കറിയാം കുറച്ചും കൂടെ ഒരു സോളിഡ് ഫോം ആണ് അല്ലെ. ഫ്ലൂയിഡ് നമുക്കറിയാം ഒരു ലിക്വിഡ് ഫോം ആണ് ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. ആ ഒരു അർത്ഥം തന്നെ ഇതിലോട്ട് നമ്മൾ ഒന്ന് ഇട്ട് കൊടുക്കുക. അപ്പൊ ഫ്ലൂയിഡ് ഇന്റലിജൻസ് എന്നും പറഞ്ഞു, ക്രിസ്റ്റലൈസ്ഡ് ഇന്റലിജൻസ് എന്നും പറഞ്ഞു. അപ്പോൾ വാട്ട് ഡിഡ് യു ഡു, കുറെ കൂടെ ക്ലിയർ ആയിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് ഇവിടെ കൊണ്ടുവരാനായിട്ട് തുടങ്ങി, അല്ലെങ്കിൽ അതിനുള്ള ശ്രമമാണ് ഇവിടെ നടത്തിയത്, അതിൽ വിജയിക്കുകയും ചെയ്ത്, ഓഫ് ഹൗ different cognitive processes contribute to overall intellectual functioning. ഒരു വ്യക്തിയുടെ കംപ്ലീറ്റ് ഇന്റലക്ച്വൽ ഫങ്ഷനിങ്ങിന് എങ്ങനെയാണ് എന്താ പറയേണ്ടത്, ഈ വ്യത്യസ്തമായ കൊഗ്നിറ്റീവ് ഫങ്ഷൻസ് പ്രവർത്തിക്കുന്നത് എന്ന് അദ്ദേഹം ആഡ് ചെയ്ത് പറഞ്ഞു എന്നുള്ളതാണ്. ഓക്കെ, സോ വാട്ട് വി വിൽ ഡു ഇസ് ഈ സ്പിയർമാന്റെ തിയറി കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ സ്പിയർമാന്റെ തിയറി ശരിക്കും എന്താ പറയേണ്ടത്, ആ ഒരു 2 ഫാക്ടർ അനാലിസിസിൽ നിന്ന് തന്നെയാണ് കൊണ്ടുവന്നത്. അപ്പൊ ഈ 2 ഫാക്ടർ അനാലിസിസ് എന്ന് പറയുന്നത് ശരിക്കും എന്താണ്, ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ് തന്നെയാണ്. ഈ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ് ഉപയോഗിച്ച് he was able to observe correlations between different intellectual tasks. പലതരം ഇന്റലക്ച്വൽ ടാസ്കുകൾ തങ്ങളിൽ ഒരു ബന്ധമുണ്ട് എന്ന് അദ്ദേഹത്തിന് ഈ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസിലൂടെ അദ്ദേഹത്തിന് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. അപ്പൊ ഈ കോറിലേഷൻസ് അല്ലെങ്കിൽ ഈ ഒരു ബന്ധം അദ്ദേഹം അതിനെ ശരിക്കും എന്താ പറയേണ്ടത്, ആ ഒരു ബന്ധത്തിലൂടെ അല്ലെങ്കിൽ ആ ഒരു കോറിലേഷന്റെ സ്വഭാവം അനുസരിച്ച് he identified 2 distinct factors. അതിനെയാണ് നമ്മൾ ആ ഒരു ജനറൽ ഇന്റലിജൻസിന്റെ ഭാഗമായ ജി ഫാക്ടർ എന്ന് പറയുന്നതും, ആൻഡ് അതേപോലെ സ്പെസിഫിക് എബിലിറ്റീസിന്റെ ഭാഗമായ
എസ് ഫാക്ടർ എന്ന് പറയുന്നത്. ഇത് ഇത്രയും നമ്മൾ ഓൾറെഡി 2-3 തവണയെങ്കിലും നമ്മൾ ഇതിപ്പോൾ മെൻഷൻ ചെയ്ത് കഴിഞ്ഞ ഒരു സംഗതി. സോ ജി ഫാക്ടർ അല്ലെങ്കിൽ ജനറൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത് എന്താ? അദ്ദേഹം പ്രൊപ്പോസ് ചെയ്തത് ദാറ്റ് എ സിംഗിൾ ഓവർആർക്കിംഗ് കോഗ്നിറ്റീവ് എബിലിറ്റി അണ്ടർലൈസ് പെർഫോമൻസ് ഓൺ ഓൾ ഇന്റലക്ച്വൽ ടാസ്ക്. അപ്പൊ ഇവിടെ പറയുന്നത് എന്താണ്? സ്പിയർമാൻ ഈ ഒരു ഇതിനകത്ത് പ്രൊപ്പോസ് ചെയ്തത് ഒരൊറ്റ ഒരു കോഗ്നിറ്റീവ് എബിലിറ്റി, ഒരു സിംഗിൾ കോഗ്നിറ്റീവ് എബിലിറ്റി ആണ് എന്താ പറയേണ്ടത്, ഇസ് വാട്ട് ഇസ് ബിഹൈൻഡ് പെർഫോമൻസ് ഓൺ ഓൾ ഇന്റലക്ച്വൽ ടാസ്ക് എന്നുള്ളത്. അപ്പോൾ ഈ ജി ഫാക്ടർ ശരിക്കും അല്ലെങ്കിൽ അദ്ദേഹം വിശ്വസിച്ചിരുന്നത് ജി ഫാക്ടർ ആണ് ഒരു വ്യക്തിയുടെ ഓവറോൾ കോഗ്നിറ്റീവ് കേപ്പബിലിറ്റി എന്ന് പറയുന്നത്. കോഗ്നിറ്റീവ് കേപ്പബിലിറ്റി എന്താണ്? നമ്മുടെ നോളജ്, ബ്രെയിൻ ഫംഗ്ഷനിങ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. ഒരു വ്യക്തിയുടെ ഓവറോൾ കോഗ്നിറ്റീവ് കേപ്പബിലിറ്റി ഈ ജി ഫാക്ടർ എന്ന് അദ്ദേഹം ഈ ഒരു തിയറിയിലൂടെ വിശ്വസിച്ചിരുന്നു. ഓക്കെ, അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് എന്താണ്, പല ഡൊമെയിൻസിലുള്ള സക്സസ് എന്ന് പറയുന്നത്, വ്യത്യസ്തമായ ഡൊമെയിൻസിൽ നമുക്ക് സക്സസ് ഉണ്ടല്ലോ. ഈ ഏത് ഡൊമെയിനിൽ നമുക്കൊരു സക്സസ് ഉണ്ടായിരുന്നാലും ശരി, ഈ ജി ഫാക്ടറാണ് അതിനെ സ്വാധീനിക്കുന്നത്, അല്ലെങ്കിൽ അതിന്റെ സക്സസിനെ സ്വാധീനിക്കുന്നത്. അത് ഇന്റലക്ച്വൽ ഫങ്ഷനിങ് ഡൊമെയിൻസിന്റെ കാര്യമാണ് ശരിക്കും ഇവിടെ ഈ പറയുന്നത്. അപ്പൊ ഇതൊരു എക്സാമ്പിൾ എടുത്തിട്ട് നമുക്ക് നോക്കാനാണെങ്കിലോ, ജനറലി ഒരു ഹൈ ജനറൽ ഇന്റലിജൻസ് ഉള്ള ഒരു വ്യക്തിയാണ് എന്ന് കരുതുക. അപ്പോ അങ്ങനെയുള്ള വ്യക്തികള് they tend to perform well across a variety of cognitive tasks. അപ്പം ഒരൊറ്റ ഫാക്ടർ, ഒരൊറ്റ ഘടകം ഒത്തിരി അധികം കോഗ്നിറ്റീവ് ടാസ്കുകളെ നല്ലതുപോലെ ആ കോഗ്നിറ്റീവ് ടാസ്കുകൾ ചെയ്യുന്നതിന് സഹായിക്കുന്നു എന്നാണ് ജി ഫാക്ടർ പറയുന്നത്. അപ്പൊ എക്സാമ്പിൾ നമ്മളിവിടെ നോക്കുന്നത് എന്താണ്, ഒരു ഹൈ ജനറൽ ഇന്റലിജൻസ് ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ പല മേഖലയിലുള്ള കോഗ്നിറ്റീവ് ടാസ്കുകൾ ഈ ഒരു വ്യക്തിക്ക് നല്ലതായിട്ട് ചെയ്യാനായിട്ട് കഴിയും എന്നുള്ളതാണ്. അപ്പൊ പല കോഗ്നിറ്റീവ് ടാസ്ക് എന്ന് പറയുമ്പോഴത്തേക്ക് എന്തൊക്കെയാണ്? റീസണിങ് ഒരു കോഗ്നിറ്റീവ് ടാസ്ക് ആണ്, പ്രോബ്ലം സോൾവിങ്, ലേണിംഗ്, ഇതൊക്കെ ശരിക്കും കോഗ്നിറ്റീവ് ടാസ്കുകൾ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഒന്നും കൂടെ ഒന്ന് ആലോചിച്ച് നോക്കുക. ഈ ജനറൽ ഇന്റലിജൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ് അദ്ദേഹം അവിടെ പറഞ്ഞു വരുന്നത്? ആ ജി ഫാക്ടർ അല്ലെങ്കിൽ ജനറൽ ഇന്റലിജൻസ് ഒരു വ്യക്തിക്ക് കൂടുതലായിട്ടുണ്ട് എങ്കിൽ ആ വ്യക്തിക്ക് ഒരുപാടധികം കോഗ്നിറ്റീവ് ഫങ്ഷൻസ്, അല്ലെങ്കിൽ ഇങ്ങനെ ചിന്തിക്കുക, ഒരാള് നന്നായിട്ട് ഈ കോഗ്നിറ്റീവ് ആയിട്ടുള്ള ഫങ്ഷൻസ് ചെയ്യുന്നു, അതായത് ആ വ്യക്തിക്ക് എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാനായിട്ട് സാധിക്കുന്നു, ആ വ്യക്തിക്ക് നല്ല റീസണിങ്ങിനുള്ള ഒരു കേപ്പബിലിറ്റി ഉണ്ട്, ആ വ്യക്തിക്ക് നന്നായിട്ട് പഠിക്കാനായിട്ട് സാധിക്കുന്നു. ഇതെല്ലാം കോഗ്നിറ്റീവ് എബിലിറ്റീസ് ആണ്. അപ്പൊ ഇതെല്ലാം നല്ലതുപോലെ ആ ഒരു വ്യക്തി ചെയ്യുന്നെങ്കിൽ ആ വ്യക്തിയുടെ ജനറൽ ഇന്റലിജൻസ് അല്ലെങ്കിൽ ജി ഫാക്ടർ ഹൈ ആണ് എന്നാണ് ഈ ഒരു തിയറി ശരിക്കും ഇവിടെ പറയുന്നത്. അപ്പോൾ സ്പിയർമാൻ ശരിക്കും സ്ട്രോങ് ആയിട്ട് വിശ്വസിച്ചിരുന്നത് general intelligence was the most important factor in determining overall intellectual ability. അപ്പോൾ ആ ഒരു കണക്കിൽ അപ്പൊ അദ്ദേഹത്തിന്റെ ആ ഒരു വിശ്വാസം വെച്ചിട്ട് നമ്മൾ ചിന്തിച്ചു നോക്കുവാണെന്നുണ്ടെങ്കിൽ ഇത്രയും കാര്യങ്ങൾ, പ്രോബ്ലം സോൾവിങ്, റീസണിങ്, ഇതൊക്കെ ഒരു വ്യക്തിക്ക് നല്ലതുപോലെ ചെയ്യാൻ കഴിയുന്ന അതിന് ഉത്തരവാദി അദ്ദേഹത്തിന്റെ ജി ഫാക്ടർ ആണ് എന്നുള്ളത്, അല്ലെങ്കിൽ ജനറൽ ഇന്റലിജൻസ് ആണ് എന്നുള്ളത്. ഇനി ജനറൽ ഇന്റലിജൻസിന്റെ കുറച്ച് കീ ഫാക്ടേഴ്സ്. അപ്പൊ കീ ഫാക്ടേഴ്സ് പ്രത്യേകം ഞാൻ ലിസ്റ്റ് ചെയ്തേക്കുന്നത്, നമുക്ക് 2 മാർക്കിനുള്ള ചോദ്യങ്ങളെ വരാൻ പോകുന്നുള്ളൂ അല്ലെ. അപ്പോ അത് ഇതിൽ നിന്ന് വന്നുകൂടായികയില്ലല്ലോ. അപ്പൊ അത് മനസ്സിലാക്കിയിരിക്കുക. ഒരു കീ ഫാക്ടർ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ യൂണിറ്ററി കോൺസെപ്റ്റ് ദാറ്റ് ഇൻഫ്ലുവൻസസ് പെർഫോമൻസ് അക്രോസ് ഓൾ ടാസ്ക്, കോഗ്നിറ്റീവ് ടാസ്ക്. ഓക്കെ, അപ്പൊ ഇവിടെ പറയുന്നത് എന്താണ്? ഈ ഒരു കോൺസെപ്റ്റ് ഒരു യൂണിറ്ററി കോൺസെപ്റ്റ് ആണ്. ഇറ്റ് ഇസ് വൺ കോൺസെപ്റ്റ് അക്കൗണ്ടിങ് ഫോർ മൾട്ടിപ്പിൾ ആക്ഷൻസ്. അതാണ് യൂണിറ്ററി എന്ന് പറയുന്നത്. മറ്റൊരു കീ ഫാക്ടർ എന്താണ് ഇതിന്റെ? ഇൻഡിവിജ്വൽസ് വിത്ത് high levels of general intelligence, they tend to excel in a broad range of intellectual domains. Intellectual domains-ലാണ് ഇത് ജി ഫാക്ടർ പ്രവർത്തിക്കുന്നത്. അപ്പം ഹൈ ലെവൽ ഓഫ് ജനറൽ ഇന്റലിജൻസ് ആണെങ്കിൽ ആ ഇന്റലക്ച്വൽ ഡൊമെയിൻസിൽ അവർ നന്നായി പ്രവർത്തിക്കും എന്നുള്ളത് മറ്റൊന്ന്. Now, മൂന്നാമത്തത്, ഇറ്റ് ഇസ് കൺസിഡേർഡ് ടു റെപ്രസെന്റ് ഓവറോൾ കോഗ്നിറ്റീവ് എഫിഷ്യൻസി ആൻഡ് കപ്പാസിറ്റി ഫോർ ലേണിംഗ്. ഒരു വ്യക്തിയുടെ കോഗ്നിറ്റീവ് കപ്പാസിറ്റി എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ കോഗ്നിറ്റീവ് എഫിഷ്യൻസി എന്ന് പറയുമ്പോൾ എന്താണ്? പ്രോബ്ലം സോൾവിങ്,
അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എഫിഷ്യൻ്റ് ആയിട്ട് എത്ര സമയം ചുരുക്കി നന്നായിട്ട് തെറ്റുകൂടാതെ ചെയ്യാൻ കഴിയുന്നു ആൻഡ് പഠിക്കാനുള്ള കഴിവ്. ഓക്കെ, അപ്പോൾ ഈ 3 കാര്യങ്ങളാണ്. അപ്പോൾ ഓവറോൾ കോഗ്നിറ്റീവ് എഫിഷ്യൻസി എന്ന് പറയുന്നതാണ് ഈ പഠിക്കാനുള്ള കഴിവും അതേപോലെ എന്താ പറയേണ്ടത് ഈ കോഗ്നിറ്റീവ് എഫിഷ്യൻസി അല്ലെങ്കിൽ കാര്യങ്ങൾ വേഗം നന്നായിട്ട് തെറ്റുകൂടാതെ ചെയ്തു പോകാൻ കഴിയുന്ന ഇന്റലക്ച്വൽ തിങ്സ്. ഇനി സ്പെസിഫിക് എബിലിറ്റീസിന്റെ കാര്യം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിലോ, ഈ ഒരു ജി ഫാക്ടറിന്റെ അതിന് പുറമെ സ്പിയർമാൻ ശരിക്കും ഇതും കൂടെ വിശ്വസിച്ചിരുന്നു. അതായത് ഓരോ വ്യക്തിക്കും സ്പെസിഫിക് എബിലിറ്റീസ് അല്ലെങ്കിൽ എസ് ഫാക്ടേഴ്സും കൂടി ഉണ്ട്. അതുകൊണ്ടാണ് ജി ഫാക്ടറിൽ കോഗ്നിറ്റീവ് എബിലിറ്റീസിന്റെ കാര്യം അവിടെ എടുത്തു പറയുന്നത്. അപ്പൊ കോഗ്നിറ്റീവ് എബിലിറ്റീസ് മാത്രം പോരല്ലോ ഒരു മനുഷ്യന് ഒരുപാടധികം ബുദ്ധി അവിടെ ഉപയോഗിക്കാതെ ജസ്റ്റ് എന്താ പറയേണ്ടത് കൈയും കാലും ഉപയോഗിച്ച് ചെയ്യേണ്ട പ്രവൃത്തികളും അവിടെ ഉണ്ടല്ലോ. അതാണ് സ്പെസിഫിക് എബിലിറ്റീസ് എന്ന് നമ്മൾ ശരിക്കും ഇവിടെ ഈ പറയുന്നത് അല്ലെ. അപ്പൊ ഈ സ്പെസിഫിക് ഫാക്ടേഴ്സ് ആണ് what accounts for the variations in performance on different types of tasks. Specific abilities ഉള്ളതുകൊണ്ട്. ഓക്കെ, നിങ്ങളെ കുറിച്ച് ഒന്ന് ആലോചിച്ചു നോക്കും. ഇപ്പം നമുക്കിവിടെ ഒരു 3 ടാസ്കുകൾ എടുക്കാം. ഒരു ടാസ്ക് എന്ന് പറയുന്നത് കുക്കിംഗ്, മറ്റൊരു ടാസ്ക് എന്ന് പറയുന്നത് ലെറ്റ്സ് സേ സ്വിമ്മിങ്, നീന്താൻ പോകുന്നത്. മൂന്നാമത്തെ ഒരു ടാസ്ക് എന്ന് പറയുന്നത് ഡ്രൈവിംഗ്, ലെറ്റ്സ് സേ കാർ ഓടി. അപ്പൊ ഈ 3 ടാസ്കുകൾ ഇവിടെ ഉണ്ട്. ലെറ്റ് us assume നിങ്ങൾ എല്ലാവരും ഈ 3 ടാസ്കും ചെയ്യും. പക്ഷേ ചിലര് കുക്കിംഗ് ആയിരിക്കും ഈ 3-ൽ ഏറ്റവും നന്നായിട്ട് ചെയ്യുന്നത്, ചിലര് ഡ്രൈവിംഗ് ആയിരിക്കും ഈ 3-ൽ ഏറ്റവും നന്നായിട്ട് ചെയ്യുന്നത്, ചിലര് സ്വിമ്മിങ് ആയിരിക്കും ഈ 3-ൽ ഏറ്റവും നന്നായിട്ട് ചെയ്യുന്നത്. ഇത് 3ഉം ചെയ്യും, പക്ഷെ ഞാൻ സ്വിമ്മിങ്ങിൽ ബെറ്ററാണ്, എനിക്ക് ഗോൾഡ് മെഡൽ ലഭിച്ചിട്ടുണ്ട്. പക്ഷെ കുക്കിങ്ങിലും ഡ്രൈവിങ്ങിലും ഒക്കെ ഞാൻ ഇച്ചിരി പുറകോട്ടാ. എനിക്ക് എവിടെ പോകണമെങ്കിലും എൻ്റെ അച്ഛനോ ആങ്ങളെയോ ഹസ്ബൻഡോ ഇനി അതും അല്ലെങ്കിൽ ഒരു ഡ്രൈവറുണ്ട് കൊണ്ടുപോകും. എന്നാൽ ഞാൻ വണ്ടി ഓടിക്കാതെയൊന്നുമില്ല, ഞാൻ വണ്ടി ഓടിക്കും. ഇങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങളില്ലേ. അപ്പൊ അതാണ് സ്പെസിഫിക് എബിലിറ്റീസ് ഇവിടെ പറയുന്നത്. അപ്പൊ അദ്ദേഹം പറയുന്നത് ചില യുണീക്ക് ആയിട്ടുള്ള ടാസ്കുകൾ ചെയ്യുന്നതിന് നമുക്ക് വേരിയേഷൻസ് ഉണ്ട് ഇൻ പെർഫോമൻസ് ഓൺ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ടാസ്ക് എന്ന് പറയുന്നത്. ഞാൻ നിങ്ങളുടെ നോട്ട്സിൽ കൊടുത്തേക്കുന്ന എക്സാമ്പിൾ നോക്കുവാണെങ്കിൽ ഐ ഹവ് ഗിവൻ ഇറ്റ് ദേ an individual may have strong mathematical reasoning skills. അപ്പോൾ ഹൈ എസ് ഫാക്ടർ ഫോർ മാത്സ് ആ വ്യക്തിക്കുണ്ട് എന്നുള്ളതാണ്. ബട്ട് മേ നോട്ട് പെർഫോം വെൽ ഇൻ ലാംഗ്വേജ് ബേസ്ഡ് ക്ലാസ്സസ്. അപ്പോൾ ലോ എസ് ഫാക്ടർ ആണ് ലിംഗ്വിസ്റ്റിക് എബിലിറ്റീസിന്. അത് ഡിഫറൻസ് മനസ്സിലായില്ലേ? എസ് ഫാക്ടർ എങ്ങനെയാണ്, എസ് ഫാക്ടർ ഇങ്ങനെയാണ്. എസ് ഫാക്ടർ നമുക്ക് എന്താ ഓരോ ഡൊമെയിൻ അനുസരിച്ച് നമ്മുടെ ആ എബിലിറ്റിയെ നമുക്ക് പറയാൻ കഴിയുന്നതാണ് എസ് ഫാക്ടർ എന്ന് പറയുന്നത്. അപ്പൊ സ്പിയർമാനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ അദ്ദേഹം പറയുന്നത് ഈ സ്പെസിഫിക് എബിലിറ്റീസ് നമുക്കുള്ളതെന്ന് പറയുന്നത് ദീസ് ആർ നോട്ട് ആസ് ഇമ്പോർട്ടൻറ്റ് ആസ് ജനറൽ ഇന്റലിജൻസ്. നമുക്ക് നീന്തിയില്ലെങ്കിൽ എന്താ പറ്റുക, കാർ ഓടിച്ചില്ലെങ്കിൽ എന്താ പറ്റുക, ഇനി ഭക്ഷണം പാകം ചെയ്തില്ലെങ്കിൽ എന്താ പറ്റുക, വേറെ ആരെങ്കിലും പാകം ചെയ്ത് നമുക്ക് കഴിക്കാം, അല്ലെങ്കിൽ കാർ ഓടിക്കാൻ പറ്റത്തില്ലെങ്കിൽ നമുക്ക് ബസ്സിൽ യാത്ര ചെയ്യാം, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും കൊണ്ട് കാർ ഓടിപ്പിക്കാം. അപ്പൊ അദ്ദേഹം പറയുന്നത് ഈ എസ് ഫാക്ടറിലുള്ള എബിലിറ്റീസ് നമുക്ക് നിർബന്ധമല്ല, വേണമെന്നില്ല. പക്ഷേ നമുക്ക് എന്താ പറയേണ്ടത്, ഒരു കൊഗ്നിറ്റീവ് ഫങ്ഷനിങ് നമുക്ക് ഉണ്ടായെങ്കിലല്ലേ പറ്റുള്ളൂ. അപ്പൊ പറയുന്നത് again ഈ സ്പെസിഫിക് എബിലിറ്റീസ് എന്ന് പറയുന്നത് ജനറൽ ഇന്റലിജൻസിന്റെ അത്രയും ഇമ്പോർട്ടൻ്റ് അല്ല എന്നുള്ളതാണ് പറയുന്നത്. കാരണം റീസണിങ്, നമുക്ക് ചിന്തിക്കാനുള്ള പ്രശ്നപരിഹാരം, ഇതൊക്കെ നമുക്ക് ഇമ്പോർട്ടൻ്റ് തന്നെയാണ് അല്ലേ. അപ്പൊ നമുക്കൊരു പ്രശ്നം വരുമ്പോഴത്തേക്ക് അതിനൊരു പരിഹാരം നമുക്ക് കണ്ടെത്താനായിട്ട് കഴിയണം. അപ്പൊ ദാറ്റ് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ്. അപ്പൊ എസ് ഫാക്ടറിൽ നോക്ക്, കുക്കിംഗ് എനിക്ക് പാചകം ചെയ്യുന്നതിനോ എനിക്ക് അറിയില്ല എങ്കിൽ നമുക്ക് നമ്മുടെ ജി ഫാക്ടർ ഉപയോഗിച്ചിട്ടാണെങ്കിൽ എന്താ പറയേണ്ടത്, അതൊരു ഹോട്ടലിൽ പോയി കഴിക്കാം എന്നത് നമുക്ക് ചിന്തിക്കാനുള്ള ബുദ്ധി അവിടെ വരുന്നു അല്ലെ എന്നുള്ളത്. ഇനി എസ് ഫാക്ടറിന്റെ കീ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ അതിന്റെ ഫീച്ചേഴ്സ് നോക്കിയാൽ എസ് ഫാക്ടർ എന്ന് പറയുന്നത് ഡൊമെയിൻ സ്പെസിഫിക് ആണ്. സ്വിമ്മിങ് സ്പോർട്സിന്റെ ഡൊമെയിനിൽ വരുന്നു, ഡ്രൈവിംഗ് ലെറ്റ്സ് സേ ട്രാവലിന്റെ ഡൊമെയിനിൽ വരുന്നത്, കുക്കിംഗ് ഫുഡിന്റെ ഡൊമെയിനിൽ വരുന്നത്. അപ്പോൾ ഈ എസ് ഫാക്ടർ എന്ന് പറയുന്നത് ഡൊമെയിൻ സ്പെസിഫിക് ആണ്. മാത്രമല്ല ഓരോ പെർട്ടിക്കുലർ ഏരിയയിൽ നമ്മുടെ പെർഫോമൻസിനെ സ്വാധീനിക്കുന്നു എസ് ഫാക്ടർ. ആൻഡ് എസ് ഫാക്ടർ they also explain why individuals may excel in some tasks but not others, even when they have very high general intelligence.
നമുക്ക് വളരെ ഹൈ ആണ് ജനറൽ ഇന്റലിജൻസ്. ഹൈ ജനറൽ ഇന്റലിജൻസ് ഉള്ളത് കൊണ്ടാണ് ക്ലാസ്സിൽ എപ്പോഴും 10ാമത്തെ റാങ്കിന്റെ ഉള്ളിൽ വരുന്നത്. അല്ലെങ്കിൽ എല്ലാ പരീക്ഷയ്ക്കും 1ാമത്തെ റാങ്ക് തന്നെ വരുന്നു എന്ന് കണക്കാക്കുക. ഹൈ ജനറൽ ഇന്റലിജൻസ് ഉണ്ട്. പക്ഷേ ഹൈ ജനറൽ ഇന്റലിജൻസ് ഉണ്ട് എന്നും പറഞ്ഞ് ഞാൻ നല്ല കുക്കാകണമെന്ന് നിർബന്ധമില്ല, അല്ലെങ്കിൽ ഞാൻ നല്ല ഒരു ടീച്ചർ ആകണമെന്ന് പോലും നിർബന്ധമില്ല. എനിക്ക് പഠിക്കാനുള്ള കഴിവുണ്ട്, പക്ഷെ എനിക്ക് പഠിപ്പിക്കാനുള്ള കഴിവില്ല. യു സി, അതാണ് ആ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്. ഹൈ ജനറൽ ഇന്റലിജൻസ് ഉണ്ടായി എന്നും പറഞ്ഞ് എല്ലാ ടാസ്കിലും നല്ലതായിട്ട് പെർഫോം ചെയ്യണമെന്ന് നിർബന്ധമില്ല. ഇനി അദ്ദേഹം പറയുന്നത് ഈച്ച് എസ് ഫാക്ടർ ഇസ് ലിങ്ക് ടു സ്പെസിഫിക് ടൈപ്പ് ഓഫ് നോളജ് ഓർ സ്കിൽസ്. അപ്പൊ ഓരോ സ്പെസിഫിക് ഫാക്ടേഴ്സ്, എസ് ഫാക്ടർ ഓരോ സ്പെസിഫിക് ടൈപ്പ് ഓഫ് നോളജ് അല്ലെങ്കിൽ കഴിവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുകയാണ്. നേരത്തെ നമ്മൾ നോക്കിയ ആ ഒരു എക്സാമ്പിൾ നിങ്ങളുടെ നോട്ട്സിലുള്ളത് ലിംഗ്വിസ്റ്റിക് എബിലിറ്റി എന്ന് ഞാൻ പറഞ്ഞു. ലാംഗ്വേജസ് പഠിക്കാനുള്ള കഴിവ്, സ്പേഷ്യൽ റീസണിങ്, മാത്തമാറ്റിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ഉള്ള ഒരു വ്യക്തിക്ക് മാത്സ് നല്ലപോലെ ചെയ്യാനായിട്ട് കഴിയും. ആ ഒരു ഡിഫറൻസ് കണ്ടില്ലേ? അപ്പൊ ഓരോ എസ് ഫാക്ടറും ഓരോ സ്പെസിഫിക് ടാസ്കുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കി. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് നോക്കാനുള്ളത് കാറ്റലിന്റെ എക്സ്പാൻഷൻ ആണ്. ഈ തിയറിനെ എങ്ങനെയാണ് കാറ്റൽ എക്സ്പാൻഡ് ചെയ്ത് കൊണ്ടുവന്നതെന്നുള്ളത് ക്വിക്കായിട്ട് നമുക്കൊന്ന് നോക്കാം. അപ്പൊ അദ്ദേഹം അവിടെ 2 കാര്യങ്ങൾ അവിടെ ശരിക്കും അവിടെ പറയുന്നുണ്ട് അല്ലേ? നമുക്ക് ഈ ഒരു വീഡിയോയിൽ തന്നെ അതങ്ങ് കവർ ചെയ്യാം. ഇപ്പൊ സ്പിയർമാന്റെ ഈ ഒരു 2 ഫാക്ടർ തിയറി എടുത്ത് അതിനെ കുറച്ചും കൂടെ ഒന്ന് വിപുലീകരിച്ച് പഠിച്ച് റെയ്മണ്ട് കാറ്റൽ അവിടെ ഒരു പുതിയ കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തു, അല്ലെങ്കിൽ ഒന്നും കൂടെ റിഫൈൻ ചെയ്ത് ആൻഡ് കുറെ കൂടെ ക്ലിയർ ആക്കിയ ഒരു അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് കൊണ്ടു തന്നു. ജനറൽ ഇന്റലിജൻസിന്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ്. അപ്പൊ ജനറൽ ഇന്റലിജൻസ് നമുക്ക് ഒന്നും കൂടെ മനസ്സിലാക്കുന്നതിന് അദ്ദേഹം കൊണ്ടുവന്ന ഒരു ഫാക്ടറാണ് ഈ ഒരു എന്താ പറയേണ്ടത്, ഈ ഇന്റലിജൻസ് അതിനെ 2ആയിട്ട് അങ്ങ് തരം തിരിച്ചിട്ട് ഒന്ന് ഫ്ലൂയിഡ് ഇന്റലിജൻസ് എന്നും മറ്റൊന്ന് ക്രിസ്റ്റലൈസ്ഡ് ഇന്റലിജൻസ് എന്ന കോൺസെപ്റ്റ് കൊണ്ടുവന്നു. അപ്പൊ ഈ ഒരു വ്യത്യസ്തമായ ഒരു കോൺസെപ്റ്റ് വന്ന് ഈ ഒരു ഡിസ്റ്റിങ്ഷൻ, ഒരു വ്യത്യാസം വന്നപ്പോഴത്തേക്ക് നമുക്ക് കുറെ കൂടെ കോംപ്രിഹെൻസീവ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായി. ഇന്റലിജൻസ് എങ്ങനെയാണ് നമ്മുടെ പല ജീവിത സ്റ്റേജസിലും ജീവിത മേഖലയിലും അത് നമുക്ക് പ്രവർത്തിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. അപ്പൊ ഇവിടെ ഫ്ലൂയിഡ് ഇന്റലിജൻസ് എന്ന് പറയുമ്പോഴോ ഫ്ലൂയിഡ് ഇന്റലിജൻസിനെ GF, ക്യാപിറ്റൽ G ആൻഡ് സ്മോൾ f എന്നാണ് അതിനെ ഷോർട്ട് ആയിട്ട് എഴുതി കാണിക്കുന്നത്. അപ്പൊ അങ്ങനെ കണ്ടാൽ അത് ഫ്ലൂയിഡ് ഇന്റലിജൻസ് ആണെന്ന് മനസ്സിലാക്കിക്കൊള്ളുക. അത് നിങ്ങളുടെ നോട്ട്സിൽ ഓൾറെഡി ഉണ്ട്. അപ്പൊ ഫ്ലൂയിഡ് ഇന്റലിജൻസ് എന്ന് പറയുന്നത് അത് is the ability to solve novel problems. പുതിയ പ്രോബ്ലംസ് സോൾവ് ചെയ്യാം. റീസൺ അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള ഒരു റീസണിങ് കൊണ്ടുവരിക. ആൻഡ് തിങ്ക് ലോജിക്കലി വിത്തൗട്ട് റിലൈയിങ് ഓൺ പ്രീവിയസ്ലി അക്വയർഡ് നോളജ്. അപ്പൊ നോവൽ പ്രോബ്ലംസ് എന്ന് പറയുന്നത് പുതിയ ഒരു പ്രശ്നം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അഭിമുഖീകരിച്ചാൽ, പുതിയ പ്രശ്നമെന്ന് നമ്മൾ എന്തുകൊണ്ടാ പറയുന്നത്? ആ പ്രശ്നമോ അതിന് സമാനമായ പ്രശ്നമോ ഇതിനു മുന്നേ നമ്മൾ ജീവിതത്തിൽ അഭിമുഖീകരിച്ചിട്ടില്ല. അപ്പോ അങ്ങനെ നമ്മൾ അത് എക്സ്പീരിയൻസ് ചെയ്യാത്തത് കൊണ്ട് നമുക്ക് അതിനെക്കുറിച്ച് യാതൊരു അറിവുമില്ല, യാതൊരു നോളജും നമുക്ക് അവിടെ ഇല്ല. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യങ്ങളില് നമ്മളെ ഈ പ്രശ്ന പരിഹാരത്തിന് സഹായിക്കുന്നതാണ് ഈ ഫ്ലൂയിഡ് ഇന്റലിജൻസ് എന്ന് ശരിക്കും പറയുന്നത്. ഇറ്റ് ഈസ് പെർട്ടിക്കുലർലി ഇമ്പോർട്ടൻറ്റ്. പ്രത്യേകിച്ച് നമ്മൾ നോക്കുവാണെന്നുണ്ടെങ്കിൽ സിറ്റുവേഷൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഒട്ടും ഫെമിലിയർ അല്ലാത്ത തരത്തിലുള്ള ചലഞ്ചസ് വരുന്നു. ആൻഡ് ഈ ഒരു ചലഞ്ചിനെ നമ്മൾ പെട്ടെന്ന് അഡാപ്റ്റ് ചെയ്യണം, പെട്ടെന്ന് അഡാപ്റ്റ് ചെയ്ത് മാറണം, നമുക്ക് സമയമില്ല. അപ്പൊ കാറ്റൽ ഇവിടെ പറഞ്ഞ എന്താണ്? കാറ്റൽ ആക്ച്വലി ബിലീവ്ഡ് ഈ ഫ്ലൂയിഡ് ഇന്റലിജൻസ് എന്ന് പറയുന്നത് ഈസ് ബയോളജിക്കലി ബേസ്ഡ്. അപ്പൊ അത് ബയോളജിക്കലി ബേസ്ഡ് ആണ്. ആൻഡ് ഇറ്റ് ടെൻസ് ടു പീക്ക് ഇൻ ഏർലി അഡൽട്ട്ഹുഡ്. ഓക്കെ, ഏർലി അഡൽട്ട്ഹുഡ് ആകുമ്പോഴത്തേക്ക് ആ ഒരു അഡോളസൻസിന്റെ എൻഡ് വരുമ്പോഴത്തേക്ക് ഏർലി അഡൽട്ട്ഹുഡ് ആയി. 18 വയസ്സിന്റെയൊക്കെ ഒരു അവസാനത്തിൽ എത്തുമ്പം ഏർലി അഡൽട്ട്ഹുഡിലേക്ക് കടക്കുന്നു അല്ലെ? ആ ഒരു ഏർലി അഡൽട്ട്ഹുഡ് ആകുമ്പോഴത്തേക്ക് അത് അതിന്റെ ഏറ്റവും കൂടുതൽ ഹയസ്റ്റ് ലെവലിലേക്ക് വരും ഫ്ലൂയിഡ് ഇന്റലിജൻസ് എന്ന് പറയുന്നത്. ആൻഡ് പ്രായം ചെല്ലുന്നതനുസരിച്ച് ഫ്ലൂയിഡ് ഇന്റലിജൻസ് ഡിക്ലൈൻ ചെയ്യാനായിട്ട് കുറയും എന്നുള്ളത്, ഡിക്ലൈൻ ചെയ്ത് തുടങ്ങും എന്നുള്ളതാണ്. അതാണ് ഫ്ലൂയിഡ് ഇന്റലിജൻസ്. ആലോചിച്ച് നോക്കാം, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എപ്പോഴും
അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമല്ല നമ്മളെ ഒരു സിംഹം അല്ലെങ്കിൽ ഒരു പുലി നമ്മളെ പിടിക്കാൻ വരുന്നു എന്നുള്ളത്. ഒരു പക്ഷേ നായ നമ്മളെ ഇട്ട് ഓടിച്ചിട്ടുണ്ടാകും അല്ലേ? പക്ഷെ ഒരു സിംഹം വരുമ്പോഴോ എന്ത് ചെയ്യണം? ആ സമയത്ത് നമ്മൾ എടുക്കുന്ന തീരുമാനത്തിനെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഫ്ലൂയിഡ് ഇന്റലിജൻസ്. അതേപോലെയുള്ള ഞാനിപ്പോ ഒന്ന് ഓർത്തപ്പോഴത്തേക്ക് പറഞ്ഞതാ. ഇനി ഫ്ലൂയിഡ് ഇന്റലിജൻസിന്റെ കീ ഫീച്ചേഴ്സ് നമ്മൾ നോക്കിയാല് റീസണിങ് അവിടെ വരുന്നുണ്ട് അല്ലെ? കാരണം കണ്ടെത്തൽ, പ്രോബ്ലം സോൾവിങ്, പുതിയ സിറ്റുവേഷൻസുമായിട്ട് നമുക്ക് അഡാപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നത്. ആൻഡ് ഇവിടെ പ്രീ എക്സിസ്റ്റിംഗ് നോളജോ എക്സ്പീരിയൻസോ അടിസ്ഥാനപ്പെടുത്തിയിട്ടല്ല ഫ്ലൂയിഡ് ഇന്റലിജൻസ് വർക്ക് ചെയ്യുന്നത്. അത് പുതിയതായിട്ടുള്ള സിറ്റുവേഷനിലാണ് ഏറ്റവും ആപ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നതെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഏർലി അഡൾട്ട്ഹുഡിൽ അത് അതിന്റെ പീക്കിലെത്തുന്ന, പിന്നെ പ്രായം ചെല്ലുന്ന അനുസരിച്ച് അത് കുറഞ്ഞു വരുന്നു എന്നുള്ളതാണ്. ആൻഡ് ദിസ് ഇസ് മെഷർഡ് ത്രൂ ടാസ്ക്സ് that assess logical reasoning and pattern recognition. Puzzles നമ്മൾ സോൾവ് ചെയ്യുക, പാറ്റേൺസ് ഉള്ളതിനെ നമ്മൾ മനസ്സിലാക്കുക. പല പരീക്ഷയ്ക്ക് നമ്മൾ പോകുമ്പോഴത്തേക്ക് ഈ ജനറൽ ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞ് പാറ്റേൺസ് റെക്കഗ്നൈസ് ചെയ്യുക. അവർ പറയും എ കഴിഞ്ഞിട്ട് പിന്നെ സി വന്നിട്ട് പിന്നെ ഇ വന്നിട്ട് പിന്നെ ജി വന്ന്, അപ്പോ എന്താണ് അതിന്റെ അടുത്തത് അല്ലേ? അപ്പൊ അതിനകത്തൊരു പാറ്റേൺ നമ്മൾ കണ്ടെത്തണം, റെക്കഗ്നൈസ് ചെയ്യണം, അതിന്റെ ഉത്തരം കണ്ടെത്തുക എന്നുള്ളത്. അങ്ങനെയൊക്കെയുള്ള ടെസ്റ്റുകൾ ഉപയോഗിച്ചിട്ടാണ് ഈ ഫ്ലൂയിഡ് ഇന്റലിജൻസിനെ ടെസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ക്രിസ്റ്റലൈസ്ഡ് ഇന്റലിജൻസ്, ഒരു ക്യാപിറ്റൽ ജി ആൻഡ് സ്മോൾ സി, അതാണ് ക്രിസ്റ്റലൈസ്ഡ് ഇന്റലിജൻസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ആദ്യം തന്നെ ഉപയോഗിക്കട്ടെ ഈ ഒരു വാക്ക്, ഇൻ കോൺട്രാസ്റ്റ്. അപ്പൊ നമ്മൾ ഇതേവരെ സംസാരിച്ചതിന്റെ നേരെ വിപരീതത്തിലേക്ക് നമ്മൾ പോകുന്നു എന്നാണ് അതിന്റെ അർത്ഥം. ക്രിസ്റ്റലൈസ്ഡ് ഇന്റലിജൻസ് ഇസ് ദ എബിലിറ്റി ടു യൂസ് സ്കിൽസ്, നോളജ് ആൻഡ് എക്സ്പീരിയൻസ് ദാറ്റ് ഹാവ് ബീൻ അക്വയർഡ് ഓവർ ടൈം. നമ്മൾ ജീവിതത്തിൽ നമ്മൾ ഒരുപാടധികം സ്കിൽസ് നമ്മൾ നേടുന്നുണ്ട്, ഒരുപാടധികം നോളജ് നമ്മൾ നേടുന്നുണ്ട്, ഒരുപാടധികം എക്സ്പീരിയൻസ്, നമ്മൾ കഴിവുകൾ നമ്മൾ നേടിയെടുക്കുന്നുണ്ട് അല്ലേ? അപ്പോ അതിന്റെ ഉപയോഗമാണ് ക്രിസ്റ്റലൈസ്ഡ് ഇന്റലിജൻസ് എന്ന് പറയുന്നത്. നമ്മുടെ ഈ നമ്മൾ പ്രാക്ടീസിലൂടെയും എക്സ്പീരിയൻസിലൂടെയൊക്കെ നമ്മൾ നേടിയെടുത്ത സ്കിൽസ് നമ്മൾ ഉപയോഗിക്കുക. അപ്പൊ ഇത് ശരിക്കും എന്താണ് കാണിക്കുന്നത്? നോളജിന്റെ അക്യൂമുലേഷൻ ആൻഡ് ദ എബിലിറ്റി ടു അപ്ലൈ ദാറ്റ് നോളജ് ടു സോൾവ് പ്രോബ്ലംസ് ഇൻ ഫെമിലിയർ കോണ്ടെക്സ്റ്റ്. അപ്പൊ നമ്മള് ഫ്ലൂയിഡ് ഇന്റലിജൻസ് അൺഫെമിലിയർ കോണ്ടെക്സ്റ്റിൽ നടക്കുന്ന പുലി നമ്മളായിട്ട് ഓടിപ്പിക്കുന്ന സമയത്ത്, ക്രിസ്റ്റലൈസ്ഡ് ഇന്റലിജൻസ് എന്ന് പറയുന്നത് ഫെമിലിയർ ആയിട്ടുള്ള കോണ്ടെക്സ്റ്റില് നമുക്ക് ഓൾറെഡി ഇതിനു മുന്നേ നമുക്കിപ്പം ഓക്കെ പുലി ഓടിച്ചില്ല, നമ്മളെ നായ ഓടിച്ച് നമുക്ക് ശീലമുണ്ട്. അപ്പൊ അടുത്ത തവണ നായ ഓടിക്കാൻ വരുമ്പം കഴിഞ്ഞ തവണ ഞാൻ എന്ത് എക്സ്പീരിയൻസ് എടുത്ത് ഉപയോഗിച്ചോ ആ എക്സ്പീരിയൻസിന്റെ ബേസിൽ ഞാൻ ഇത്തവണ ചിലപ്പോൾ ഞാൻ വെറുതെ ഒന്ന് കുനിയത്തേ ഉള്ളൂ, അവിടെ കല്ല് പോലും കാണത്തില്ല, പക്ഷെ നമ്മളൊന്ന് കുനിയും, നായ തിരിച്ചോടും അല്ലെ? നമ്മൾ കല്ലെടുത്ത് അതിനെ എറിയും എന്ന് പേടിച്ചിട്ട് അത് തിരിച്ചോടുന്ന ആ ഒരു സിറ്റുവേഷൻ. അപ്പൊ ഇതൊക്കെ നമ്മുടെ പ്രീവിയസ് എക്സ്പീരിയൻസിൽ നമ്മളുള്ള സംഗതികൾ എടുത്ത് ഉപയോഗിക്കുക. അവിടെ നമ്മുടെ അന്നേരത്തെ പ്രശ്നം അത് പരിഹരിച്ചു പോകുന്നതിന് വേണ്ടി. ഇപ്പൊ ക്രിസ്റ്റലൈസ്ഡ് ഇന്റലിജൻസ് എന്ന് പറയുന്നത് പ്രത്യേകിച്ചും അത് എങ്ങനെ ഉണ്ടാകുന്നു എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒന്ന് നമ്മുടെ വിദ്യാഭ്യാസം, എഡ്യൂക്കേഷൻ അല്ലെ? മറ്റൊന്ന് നമ്മുടെ കൾച്ചറൽ കോണ്ടെക്സ്റ്റ് ഇവിടെ വരുന്നുണ്ട്. ഇനി മറ്റൊന്ന് നമ്മുടെ അന്തരീക്ഷവും എൻവയൺമെന്റിൽ നിന്ന്, നമ്മുടെ ആ ഒരു ചുറ്റുപാടിൽ നിന്ന് നമുക്കുണ്ടാകുന്ന എക്സ്പീരിയൻസസ്. ഇത് മൂന്നും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രായം കൂടുന്നതനുസരിച്ച് ഇത് നമുക്ക് കൂടിക്കൂടി വരെയാണ് അല്ലേ? ബിക്കോസ് സ്റ്റിൽ അവർ ഡെത്ത് നമ്മൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്, പുതിയ എക്സ്പീരിയൻസും പുതിയ നോളജസും ഗെയിൻ ചെയ്ത് പൊയ്ക്കൊണ്ടേയിരിക്കുക. അപ്പൊ ഇതവിടെ നിൽക്കുന്നില്ല. ക്രിസ്റ്റലൈസ്ഡ് ഇന്റലിജൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് അതിങ്ങനെ കയറി പോവുക. അതേസമയം ഫ്ലൂയിഡ് ഇന്റലിജൻസ് എന്ന് പറയുന്നത് പ്രായം കൂടുന്നതനുസരിച്ച് അത് കുറഞ്ഞു വരുന്നു എന്നുള്ളത് നമ്മൾ നോക്കിയായിരുന്നു അല്ലെ? അപ്പം ഇവിടെ നമ്മൾ ക്രിസ്റ്റലൈസ്ഡ് ഇന്റലിജൻസിന്റെ ഫീച്ചേഴ്സ് ഇനി നോക്കാനാണെങ്കിൽ, ഇറ്റ് ഇൻവോൾവ്സ് യൂസ് ഓഫ് അക്യുമുലേറ്റഡ് നോളജ് ആൻഡ് സ്കിൽസ്. നമ്മൾ നേടിയെടുത്ത് ഓൾറെഡി നമ്മുടെ ഇവിടെ കയറ്റി വെച്ചേക്കുന്ന നോളജും സ്കിൽസും നമ്മുടെ ബ്രെയിനിൽ കയറ്റി വെച്ചേക്കുന്നത്. ആൻഡ് ഇറ്റ് ഇംപ്രൂവ്സ് ഓവർ ടൈം അല്ലേ? നമ്മൾ കൂടുതൽ പഠിക്കുന്നതനുസരിച്ച് നമുക്കത് ബെറ്റർ ആയിക്കൊണ്ടേയിരിക്കും. ആൻഡ് ഇതിനെ മെഷർ ചെയ്യുന്നത് എങ്ങനെയാ? നമ്മുടെ വേർബൽ നോളജ് ഉപയോഗിച്ച് ഇതിനെ മെഷർ ചെയ്യാം, നമ്മുടെ വൊക്കാബുലറി ഉപയോഗിച്ച് ഇതിനെ, വാക്കുകൾ നമുക്ക് ഉപയോഗിക്കാൻ അറിയാവുന്ന വാക്കുകൾ ഉപയോഗിച്ച് ഇതിനെ മെഷർ ചെയ്യാം. ഇനി ഫാക്ച്വൽ ഇൻഫർമേഷൻ അനുസരിച്ച്, ഓക്കെ, 2 factor തിയറി ആരാണ് പ്രൊപ്പോസ് ചെയ്തത്?
അത് സ്പിയർമാൻ ആണെന്ന് അറിയുക എന്നുള്ളതാണല്ലോ അതിന്റെ ഫാക്ട് എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ഫാക്ച്വൽ ആയിട്ടുള്ള ഇൻഫർമേഷൻ ഒക്കെ ഓർത്ത് വെക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്നു. ആൻഡ് ദിസ് ഇന്റലിജൻസ് ഈസ് ദ വൺ ദാറ്റ് ഇസ് അസോസിയേറ്റഡ് വിത്ത് ഫോർമൽ എഡ്യൂക്കേഷൻ ആൻഡ് ലൈഫ് എക്സ്പീരിയൻസ് എന്നുള്ളത്. ഓക്കെ, അപ്പൊ ഇനി ഇവിടെ ഈ ഒരു സ്പിയർമാന്റെയും കാറ്റലിന്റെയും രണ്ടുപേരുടെയും തിയറീസ് ഇന്റഗ്രേറ്റ് ചെയ്ത് നമ്മൾ കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ വി നോ സ്പിയർമാൻ ഫോക്കസ് ചെയ്തേക്കുന്നത് പ്രൈമറിലി ഓൺ എക്സിസ്റ്റൻസ് ഓഫ് എ സിംഗിൾ ജനറൽ ഇന്റലിജൻസ് ഫാക്ടർ അല്ലെങ്കിൽ ജി ഫാക്ടർ എന്നുള്ളതാണ്. കാറ്റൽ ശരിക്കും ആ ഒരു സിംഗിൾ ജനറൽ ഇന്റലിജൻസിനെ എടുത്തിട്ട് ഫ്ലൂയിഡ് ആൻഡ് ക്രിസ്റ്റലൈസ്ഡ് എന്നുള്ള ഇന്റലിജൻസ് ഉണ്ട് എന്നുള്ള കുറെ കൂടെ വ്യക്തമായ ഒരു കാഴ്ചപ്പാട് നമുക്ക് തരികയാണ് ചെയ്തത്. ആൻഡ് ബിക്കോസ് ഓഫ് ദാറ്റ് വി അണ്ടർസ്റ്റാൻഡ് ഹൗ ഇന്റലിജൻസ് വർക്ക്സ് ഓവർ ടൈം അല്ലേ. ആൻഡ് അദ്ദേഹം പറഞ്ഞിരുന്ന അദ്ദേഹത്തിന്റെ ഫ്ലൂയിഡ് ഇന്റലിജൻസ് എന്ന് പറയുന്നത് അത് സ്പിയർമാന്റെ കോൺസെപ്റ്റ് ഓഫ് ജി ഫാക്ടറുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പ്രത്യേകിച്ചും വേർ നോവൽ സിറ്റുവേഷൻസ്, പുതിയ സിറ്റുവേഷൻസിൽ അല്ലേ. ക്രിസ്റ്റലൈസ്ഡ് ഇന്റലിജൻസിനെ നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിലോ ഇറ്റ് ഹൈലൈറ്റ്സ് ദ ഇമ്പോർട്ടൻസ് ഓഫ് എക്സിസ്റ്റൻസ് ഓഫ് ലേണിംഗ് ആൻഡ് ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ്. അപ്പൊ ലേണിംഗും ഇന്റലക്ച്വൽ ഡെവലപ്മെന്റും ഉണ്ടാകണം എന്നുള്ളതിന്റെ പ്രാധാന്യം കാണിക്കുകയാണ് ക്രിസ്റ്റലൈസ്ഡ് ഇന്റലിജൻസ് എന്ന് പറയുന്നത്. അപ്പൊ ടുഗെദർ നമ്മൾ നോക്കുവാണെന്നുണ്ടെങ്കിൽ ഈ രണ്ട് പെർസ്പെക്റ്റീവ് നമ്മൾ എടുക്കുമ്പോഴത്തേക്ക് കുറെ കൂടെ വ്യക്തമായ ഒരു ഹോളിസ്റ്റിക് ആയിട്ടുള്ള ഒരു കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഒരു ഐഡിയ നമുക്ക് കിട്ടുകയാണ് ഹ്യൂമൻ ഇന്റലിജൻസിനെ കുറിച്ച്. ഓക്കെ, അപ്പോ ഇനി ഇതിന്റെ ആപ്ലിക്കേഷൻസും ഇംപ്ലിക്കേഷൻസും ഉണ്ട്. അപ്പൊ ഈ ആപ്ലിക്കേഷൻസും ഇംപ്ലിക്കേഷൻസും ഞാൻ ഇതിനകത്തൊരു നോട്ട് ഫോമിൽ മാത്രമാണ് വെച്ചേക്കുന്നത്. അത് നിങ്ങളുടെ സിലബസിൽ പറഞ്ഞിട്ടില്ല, അത് കവർ ചെയ്യാൻ. ബട്ട് നിങ്ങൾക്കൊന്നും കൂടെ വായിച്ച് ഇതിനെക്കുറിച്ച് കൂടുതലൊന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനത് നിങ്ങളുടെ നോട്ട്സിൽ അത് അതേപടി നിലനിർത്തുകയാണ്. ആൻഡ് വിത്ത് ദാറ്റ് വി വിൽ കം ടു ദി എൻഡ് ഓഫ് ദിസ് പെർട്ടിക്കുലർ ലെസൺ. ആൻഡ് അടുത്ത പാർട്ടിൽ നമുക്കിതിപ്പം പാർട്ട് 1 എന്നുള്ള രീതിയിൽ, അതായത് മോഡ്യൂൾ 4 ഇന്റലിജൻസ് ആൻഡ് ക്രിയേറ്റിവിറ്റി പാർട്ട് 1 ഇവിടെ അവസാനിക്കുകയാണ്. ആൻഡ് പാർട്ട് 2 നമ്മൾ മൾട്ടി ഫാക്ടർ തിയറിയുമായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, വൺസ് അഗെയിൻ ലെറ്റ് മി ജസ്റ്റ് റിമൈൻഡ് യു, നിങ്ങൾക്ക് സ്റ്റഡി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള വാട്സാപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാകും. ആൻഡ് ആ ഒരു ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിന്ന് ആ ലിങ്ക് എടുത്ത് നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് വാട്സാപ്പിന്റെ സ്റ്റഡി ഗ്രൂപ്പിൽ ചേരാം. സ്റ്റഡി ഗ്രൂപ്പിൽ ചേർന്നാൽ ഡെയിലി ക്വിസിൽ പങ്കെടുക്കാം, നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റുകളിൽ പങ്കെടുക്കാം. ICDS സൂപ്പർവൈസറിന്റെ കോഴ്സിന് ഇത് കംപ്ലീറ്റ് ഫ്രീ ആയിട്ടാണ് പോപ്പൻ സ്കൂൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അതോടൊപ്പം നിങ്ങൾ പ്രൊബേഷൻ ഓഫീസർക്ക് അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിനും തയ്യാറെടുക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾ അതിന്റെ ക്ലാസ്സസും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഓൾറൈറ്റ്, സോ താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് me today and you have a great day.